ചെയ്തു. സെന്റർ ഓഫ് മാസിൽ അല്ലെങ്കിൽ വർക്ക് എനർജി പവറിൽ ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ ചെയ്തു. ഞാൻ ഇന്ന് കുറച്ച് സ്പീഡിൽ പോകും. അപ്പോൾ നിങ്ങൾ ടോപ്പിക് റിവൈസ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ ഞാൻ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കും. സോ ക്വസ്റ്റ്യൻ നമ്പർ 11 വർക്ക് എനർജി പവറിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. A particle moves in one dimension from rest under the influence of a force that varies with the distance traveled by the particle as shown in the figure. The kinetic energy of the particle after it has traveled 3 meter is now. ഒരു FS ഗ്രാഫ് വന്നിട്ടുണ്ടല്ലേ, ഡിസ്പ്ലേസ്മെന്റ് വേഴ്സസ് ഫോഴ്സ് വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വന്നിട്ടുണ്ട് നമുക്ക്. അതിനകത്ത് നമ്മളോട് ചോദിച്ചത് എന്താണ്? ഫോഴ്സ് വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വന്നിട്ട് വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി എന്നാണ് ചോദിച്ചത്. ഫൈനൽ കൈനറ്റിക് എനർജി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ചെയ്യണ്ടല്ലോ. ദി ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവ് വിൽ ഗിവ് ദി വർക്ക് ഡൺ. ഏരിയ വിൽ ഗിവ് ദി വർക്ക് ഡൺ. Work done is equal to area under the graph, which is equal to change in kinetic energy, that is KE final minus KE initial. So find the area under the graph. വളരെ simple ആയിട്ടുള്ള പ്രോസസ് ആണ്. Find the area under the graph and initial kinetic energy 0 ആണ്. കാരണം എന്താ? Starting from rest ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. So I am not doing that particular part. Okay. Question number 11 വളരെ simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടെ. വളരെ സിമ്പിൾ ആയിട്ടാണ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലും സിമ്പിൾ ആയിട്ടൊന്നും JEE Main ചോദിക്കാൻ പോകുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 12. A uniform rectangular thin sheet ABCD of mass M has a length A and breadth B as shown in the figure. If the shaded portion HBGO is cut off, the coordinates of the center of mass of the remaining portion will be. ഇത് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാണ്. certain portion remove ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് അങ്ങനെയും ചെയ്യാം, അതല്ലാതെയും ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. സോ ഇതിനകത്ത് we have a rectangular sheet ഉണ്ട്. അതിനകത്ത് നിന്ന് ഇത്രയും പോർഷൻ 1/4 of the portion is removed. 1/4 of the portion remove ചെയ്തു. സോ ഇത് ഒറിജിൻ ആണ്. ഇത് 0 0. This is A0, this is AB, this is B0. Okay. So ഇത്രയും പോർഷൻ റിമൂവ് ചെയ്തു. That particular section is removed. ഒരു particular section റിമൂവ് ചെയ്തിട്ടുണ്ട്. So ഇത്രയും പോർഷൻ റിമൂവ് ചെയ്തു. This much portion is removed. Okay. This much portion is removed. നമ്മളോട് ചോദിച്ചാൽ what is the new position of center of mass of the remaining portion. റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഡയറക്റ്റ് എങ്ങനെയാണ്? ബാക്കിയുള്ളതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണെന്ന് നമ്മൾ നോക്കാം. ഇപ്പൊ ഇവിടെ ഇതിനെ 3 സെക്ഷൻ ആക്കുക, അങ്ങനെ അല്ലെങ്കിൽ 2 സെക്ഷൻ ആക്കുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ. സോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ 2 സെക്ഷൻ ആക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 സെക്ഷൻ ആക്കി ഞാൻ തൽക്കാലം 2 സെക്ഷൻ ആക്കി ചെയ്തു എന്ന് വിചാരിച്ചു. മുകളിലുള്ള ഒരു സെക്ഷനും താഴെയുള്ള സെക്ഷനും. മുകളിലുള്ള പോർഷന്റെ സെന്റർ ഓഫ് മാസ് ഇങ്ങനെ വരും. ഡയറക്റ്റ് മെത്തേഡ് ആണ് പറയണേ. മുകളിലുള്ള പോർഷന്റെ സെന്റർ ഓഫ് മാസ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തായിരിക്കും. താഴെയുള്ള പോർഷന്റെ സെന്റർ ഓഫ് മാസ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തായിരിക്കും. ഈ താഴെയുള്ള പോർഷന്റെ മാസ് m/2 വരും. ഇവിടെയുള്ള ഈ പോർഷന്റെ മാസ് m/4 വരും. മനസ്സിലായോ? That portion is 1/4 of the total area. The portion the below half is half of the total area. So അവിടുത്തെ മാസ് വരിക പകുതിയാണ്. ഈ റിമൂവ് ചെയ്ത മാസും m/4 ആണ്, 1/4 ആണ്. ഓക്കെ. ഇങ്ങനെയും ചെയ്യാം, അതല്ലാതെ റിമൂവ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം. ഞാൻ ഡയറക്റ്റ് മെത്തേഡ് ആണ് പറയുന്നത്. അപ്പോ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, താഴത്തെ പോർഷന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് a/2 വരും. y കോർഡിനേറ്റ് ഇത്രയാണ്. അതിന്റെ സെന്റർ ഓഫ് മാസ്. സോ y കോർഡിനേറ്റ് വിൽ ബി b/4. b/4ലാണ് അതിന്റെ y കോർഡിനേറ്റ് ഉണ്ടാവുക. മുകളിലത്തേന്റെയോ? മുകളിലത്തേന്റെ എവിടെ ഉണ്ടാവാം? എക്സ് കോർഡിനേറ്റ് ഇവിടെയാണ് വരിക. എക്സ് കോർഡിനേറ്റ് വിൽ ബി ഹിയർ. ഇത്രയാണ് എക്സ് കോർഡിനേറ്റ്. ദാറ്റ് ഈസ് a/4. y കോർഡിനേറ്റ് എത്രയാ വരിക? y കോർഡിനേറ്റ് will be 3b/4. മനസ്സിലായി? ഇത്രയും b/2 ഉണ്ട്, അതിന്റെ മുകളിലോട്ട് ഒരു b/4 കൂടി കൂടും. സോ ടോട്ടൽ 3b/4 വരും. b/2 പ്ലസ് b/4, ടോട്ടൽ 3b/4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. സോ XCOM എന്ന് പറഞ്ഞാൽ എന്താ? m1x1 plus m2x2 divided by
m1 plus m2. So this will be m1 എന്ന് പറഞ്ഞാൽ m by 4 ആണ് ഒരു മാസ്, അതിന്റെ x coordinate എന്ന് പറഞ്ഞാൽ a by 4 ആണ്, പ്ലസ് m2 എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് m by 2 ആണ്, ഇൻറ്റു അതിന്റെ x coordinate a by 2 ആണ്, ഡിവൈഡഡ് ബൈ m by 4 പ്ലസ് m by 2. സോ മുകളിൽ വരിക m ക്യാൻസൽ ചെയ്ത് കളയാം, m കോമൺ ആണ്. സോ മുകളിൽ വരിക a by 16 പ്ലസ് a by 4, a by 16 പ്ലസ് a by 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? a by 16 plus a by 4 എന്ന് പറഞ്ഞാൽ 5a by 16 എന്ന് വരും. a by 16 plus a by 4, that will be 5a by 16. താഴെ 1 by 4 plus 1 by 2, that will be 3 by 4, that will be 3 by 4. Okay, so this will be 4 cancel ചെയ്ത് കളഞ്ഞാൽ 4 cancel ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 4 ബാക്കിയാണ്, 3 ഇങ്ങോട്ട്. സോ 5a by 12 എന്ന് വരും ഈ സംഭവം, 5a by 12. സിമിലർലി y കോർഡിനേറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കാം. y കോർഡിനേറ്റ് ഇതേപോലെ ചെയ്താൽ എന്താ കിട്ടുക? y കോർഡിനേറ്റ് ഇതേപോലെ ചെയ്താൽ 5b by 12 എന്ന് കിട്ടുമോ? ചെയ്ത് നോക്കട്ടോ, 5b by 12 എന്ന് കിട്ടുമെന്ന് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, കാരണം ഓപ്ഷൻസിൽ 5a by 12 ഉണ്ട്, പിന്നെ ഉള്ളത് 5b by 12 ആണ്. സോ y കോർഡിനേറ്റും സെയിം പ്രൊസീജിയർ, m1 y1 plus m2 y2 divided by m1 plus m2. So we can find y coordinate also. That is one method. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാത്ത മെത്തേഡ് എന്താണ്? What is the other method? The other method is remove ചെയ്യുന്ന സംഭവത്തിന്റെ സെന്റർ ഓഫ് മാസ് യൂസ് ചെയ്തിട്ടുള്ള സംഭവം അല്ലേ? രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ്? This is the method 2. ഈ മെത്തേഡ് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്, കാരണം ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ആദ്യത്തെ മെത്തേഡും വെച്ചും ചെയ്യാം എന്ന് കരുതി അതൊരു ഡിസ്കോ അതല്ലെങ്കിൽ പിന്നെ ഇഫ് ഇറ്റ് ഈസ് എ ഡിസ്ക് ഓർ എ സ്ഫിയർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സിമ്പിൾ ആയിട്ട് സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് വെച്ചിട്ട് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. ഓരോന്നിന്റെ സെന്റർ ഓഫ് മാസ് എടുത്തിട്ട് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. ദെൻ വി ഹാവ് ടു ഫോളോ ദിസ് പർട്ടിക്കുലർ മെത്തേഡ്. ഏതാണ് മെത്തേഡ്? മാസ് റിമൂവ് ചെയ്താൽ സെന്റർ ഓഫ് മാസ് ഓഫ് ദി റിമൈനിങ് പോർഷൻ എവിടെ വരും എന്നുള്ളതാണ്. അതൊക്കെ സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, the center of mass of the remaining portion, x remaining, so equal to remaining portion the center of mass എന്ന് പറഞ്ഞാൽ full m full x full അല്ലെ, m1 x1 plus m2 x2 divided by m1 plus m2 ആണ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. m removed x removed divided by m full minus m removed. ഇതാണ് ആ കേസിൽ വരിക. എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? m1 x1, m1 എന്ന് പറഞ്ഞാൽ ഫുൾ മാസ് ആണെന്ന് വിചാരിച്ചു, മൈനസ് m2 x2 ഡിവൈഡഡ് ബൈ m1 മൈനസ് m2. m1 ആയിരുന്നു ഫുൾ മാസ്, അതിനകത്ത് നിന്ന് m2 amount of mass is removed, m2 amount of mass റിമൂവ് ചെയ്തു. ഇൻ സച്ച് കേസസ്, അങ്ങനത്തെ കേസസിൽ എന്താണ്? m1 x1 മൈനസ് m2 x2 ഡിവൈഡ് ബൈ m1 മൈനസ് m2 ആണ് സെന്റർ ഓഫ് മാസിന്റെ x കോർഡിനേറ്റ് വരും. സിമിലർലി y കോർഡിനേറ്റും ഇതേപോലെ തന്നെ വരും. ഓക്കെ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കുക. സോ അപ്പൊ ഇതിനകത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസ്, ഈ റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസ് എവിടെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഫുൾ മാസിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്? ഇവിടെയല്ലേ അല്ലെ? ഈ കോർഡിനേറ്റ് 0 0 a0 ab b0 ഇങ്ങനെയാണ് കോർഡിനേറ്റ്സ്. ഫുള്ളിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാ വരാം? വേർ വിൽ ബി ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി ഫുൾ പോർഷൻ? ഫുൾ പോർഷന്റെ സെന്റർ ഓഫ് മാസ് a/2 b/2. ആ റെക്ടാങ്കിളിന്റെ സെന്ററിലാണ് ഫുള്ളിന്റെ. ആ റെക്ടാങ്കിൾ ഫുൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാ? a/2 b/2ലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിനകത്ത് റിമൂവ് ചെയ്ത പോർഷന്റെ സെന്റർ ഓഫ് മാസ് അതിന്റെ സെന്ററിലാണ്, അതിന്റെ ജോമെട്രിക്കൽ സെന്ററിലാണ് ഉണ്ടാവുക. അതിന്റെ കോർഡിനേറ്റ്സ് എത്രയൊക്കെയാ പറഞ്ഞേ? That will be 3a/4 3b/4. കറക്റ്റ് അല്ലേ? അല്ലേ? ഇത്രയും b/2 ഉണ്ടാവും, പിന്നെ അവിടുന്ന് ഒരു b/4 കൂടി ഉണ്ടാവും. അപ്പോൾ y കോർഡിനേറ്റ് 3b/4, x കോർഡിനേറ്റും അതേപോലെ തന്നെ ഇത്രയും a/2 ഉണ്ടാവും, ഇത്രയും a/2 ഉണ്ടാവും, പിന്നെ അവിടുന്ന് ഒരു a/4 കൂടി, 3a/4. This will be the remaining portion, removed portion, the center of mass. ഇനി നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ x removed
ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട്. ഞാൻ റിവിഷന്റെ സമയത്തൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ചെയ്തിരുന്നു. ഡിസ്ക് റിമൂവ് ചെയ്യുന്നതും സ്ഫിയറിന്ന് റിമൂവ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള സിമിലർ ക്വസ്റ്റ്യൻസ്. സോ എന്താ വരിക? എം എന്ന് പറഞ്ഞാൽ ഫുൾ മാസ് ഇൻറ്റു അതിന്റെ എക്സ് കോർഡിനേറ്റ് എത്ര? a/2 മൈനസ് റിമൂവ് ചെയ്ത പോർഷന്റെ മാസ് എത്ര? റിമൂവ് ചെയ്ത പോർഷന്റെ മാസ് ദാറ്റ് ഈസ് m/4 ഇൻറ്റു 3a/4 ഡിവൈഡഡ് ബൈ m മൈനസ് m/4 ഡിവൈഡഡ് ബൈ m മൈനസ് m/4. ഈ കൺസെപ്റ്റ് ഒന്നും ക്ലിയർ അല്ല, അല്ലെങ്കിൽ മുമ്പ് പഠിക്കാത്തവരുണ്ടെങ്കിൽ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, അപ്പോ യൂട്യൂബിൽ സ്ട്രീമിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ സൂമിലാണ് ഞാൻ കാണുന്നത്. അപ്പോ അങ്ങനെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂമിൽ വരെ, യൂട്യൂബിലെ ചാറ്റ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. സോ എല്ലാം കൂടി എനിക്ക് നോക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതേ സമയം. അപ്പൊ ഇതിന്റെ ആൻസറും നേരത്തെ പറഞ്ഞ പോലെ കിട്ടുമെന്ന് തോന്നുന്നു. 5a/12 എന്ന് കിട്ടും. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. വിൽ ഗെറ്റ് 5a/12. സോ സർട്ടൻ പോർഷൻ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാസ് ഇൻറ്റു അതിന്റെ എക്സ് കോർഡിനേറ്റ്, സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് m1 x1 പ്ലസ് m2 x2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ന് പകരം മാസ് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ m1 മൈനസ് m2 ആണ് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് ഉള്ളത് മൈനസ് ആക്കി ചെയ്യും. സോ ഐ ഹോപ്പ് ദാറ്റ് കൺസെപ്റ്റ് ഈസ് ക്ലിയർ. ആ ഐഡിയ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13th ക്വസ്റ്റ്യൻ കൊളീഷൻ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദി ക്വസ്റ്റ്യൻ ഈസ് ഫ്രം കൊളീഷൻ. A body of mass m1 moving with an unknown velocity v1 I cap undergoes a collinear collision with a body of mass m2 moving with the velocity v2 I cap. After collision, m1 and m2 move with the velocities v3 I cap and v4 I cap respectively. If m2 is equal to 0.5 m1, v3 is equal to 0.5 v1, then v1 is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും. ക്വസ്റ്റ്യൻ വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൊളീഷൻ ഇൻഇലാസ്റ്റിക് ആണോ ഇലാസ്റ്റിക് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏത് കൊളീഷൻ ആണെങ്കിലും എന്ത് കൺസേർവ്ഡ് ആണ്? മൊമെന്റം കൺസേർവ്ഡ് ആണ്. ദി മൊമെന്റം ഈസ് കൺസേർവ്ഡ് ഇൻ ഈച്ച് ആൻഡ് എവറി കൊളീഷൻ. സോ ഇതിന്റെ മാസ് m1, ഇതിന്റെ എത്രയാ? വെലോസിറ്റി v1. ഇതിന്റെ മാസ് m2 എന്ന് പറഞ്ഞാൽ എത്രയാ? m1/2 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5 m1 ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ വെലോസിറ്റി v2. After the collision, m1 moves with v3 I cap. m1 എന്ത് ചെയ്യും? v3 I cap ൽ മൂവ് ചെയ്യും. So after the collision, m1 v3 I cap ലാണ്. അതിന്റെ വെലോസിറ്റി എത്രയാ? 0.5 v1 ആണ്. v3 എന്ന് പറയുന്നത് 0.5 v1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റേ വെലോസിറ്റി m1/2 ആണ്. അതിന്റെ മാസ് v4 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് അപ്ലൈ ചെയ്താൽ മതി? മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ബിഫോർ കൊളീഷൻ m1 v1 പ്ലസ് m2 v2 ഹാസ് ടു ബി ഈക്വൽ ടു m1 v3 ആഫ്റ്റർ ദി കൊളീഷൻ. ഈ 0.5 v1 ആണ് v3 എന്ന് പറയുന്നത്. ഓക്കെ, m1 v3 പ്ലസ് m2 v4 ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. സോ m1 v1 പ്ലസ് 0.5 m1 v1 അല്ലെങ്കിൽ m1/2 v2 0.5 m1 v2 ഈക്വൽ ടു m1 v3 എത്രയാ? 0.5 v1 അല്ലെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. v3 is 0.5 v1 പ്ലസ് m2 എത്രയാ? 0.5 m1 v4. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ടേംസ് ഓഫ് v4 and v2 വാട്ട് ഈസ് v1 എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, v1 എന്നാണ് ക്വസ്റ്റ്യൻ. സോ m1 ക്യാൻസൽ ചെയ്ത് കളയാം. എല്ലായിടത്തുനിന്ന് m1 ക്യാൻസൽ ചെയ്ത് കളയാം. സോ നമ്മുടെ കയ്യിലുള്ളത് ഇവിടെ ഒരു v1 ഉണ്ട്, ഇവിടെ ഒരു 0.5 v1 ഉണ്ട്. അത് ഇങ്ങോട്ട് വന്നാൽ 0.5 v1 ഇവിടെ ഉണ്ടാവും. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഉള്ളത് 0.5 v2 അങ്ങോട്ട് കൊണ്ടുപോകണം. സോ ദാറ്റ് വിൽ ബി 0.5 v4 മൈനസ് 0.5 v2. v1 is equal to v4 minus v2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 4 will be the answer. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത പറയുന്ന സ്റ്റെപ്പ് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 എങ്ങനെ ചെയ്യാം? A uniform cable of mass m and length l is placed on a horizontal
surface such that its part is hanging below the edge of the its 1/nth part is hanging below the edge of the surface. To lift the hanging part of the cable up to the surface, the work done should be. What is the work done? So നമുക്കൊരു ചെയിൻ ഉണ്ട്. അപ്പൊ ചെയിനിന്റെ ടോട്ടൽ ലെങ്ത് L ആണെന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ L/N ടോട്ടൽ ലെങ്ത് ആണ് L. അതിന്റെ L/N പാർട്ട് താഴേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഹാങ് ചെയ്ത് നിൽക്കുകയാണ്. താഴേക്ക് ഹാങ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിനെല്ലാത്തിനെയും കൂടി മുകളിലോട്ട് ഫുൾ പോർഷനെ മുകളിലോട്ട് എത്തിക്കാൻ, ടേബിളിന്റെ മുകളിലോട്ട് എത്തിക്കാൻ എത്ര വർക്ക് ഡൺ ചെയ്യണം എന്നാണ്. എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എത്ര വർക്ക് ഡൺ ചെയ്യണം എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണ്? എക്സ്റ്റേണലി നമ്മൾ ചെയ്യുന്ന വർക്ക് നോൺ കൺസർവേറ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി. ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയിൽ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ, കൈനറ്റിക് എനർജിനെ പറ്റി ഇവിടെ ഒന്നും പറയുന്നില്ല, നമ്മൾ പതിയെ നീക്കുന്ന കേസാണ്. So change in potential energy എടുത്താൽ മതി. So work done by external agent is change in potential energy. Work done by gravitational force is negative of change in potential energy. Okay, work done by gravitational force. Work done by conservative force എന്താണ്? Work done by conservative force എന്താണ്? Negative of change in potential energy. ഒന്ന് ആലോചിച്ചാൽ മതി, എന്താണ്? ഗ്രൗണ്ടിൽ നിന്ന് ഒരു ബോളിനെ മുകളിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താണ്? mg താഴേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്. അപ്പൊ മുകളിലോട്ട് ആണ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ടാണ്. സോ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് -mgh. കാരണം ഫോഴ്സ് താഴേക്കും ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കുമാണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് അപ്പൊ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എത്രയാ കേസിൽ? h ഹൈറ്റിലോട്ട് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടാണ് ചെയ്തത്. That is plus mgh. So work done is negative of change in potential energy ആണ്. By conservative force ആണ്. Work done by all forces എന്താണ്? Work done by all forces എന്താണ്? എല്ലാ ഫോഴ്സും കൂടി ചെയ്യുന്ന വർക്ക് ഡൺ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്, കൺസർവേറ്റീവ്, നോൺ കൺസർവേറ്റീവ്, പിന്നെ ഏതാണ്? വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ്, നോൺ കൺസർവേറ്റീവ്, വേറെ എന്തൊക്കെ ഫോഴ്സസ് ടൈപ്പ്, വേറെ എന്ത് ടൈപ്പ് ഫോഴ്സ് ആണെങ്കിലും ഇന്റേണൽ, എക്സ്റ്റേണൽ, എല്ലാ ഫോഴ്സും കൂടി ചെയ്യുന്ന വർക്ക് എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സും ഇന്റേണൽ ഫോഴ്സും എല്ലാം കൂടി ചെയ്യുന്ന വർക്കും എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ്? വാട്ട് ഈസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്? ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി. ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കിയേ ഇക്വേഷനിൽ. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ്. വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് പ്ലസ് വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഡെൽറ്റ യു പ്ലസ് കെ പ്ലസ് ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു, ദാറ്റ് ഈസ് ഡെൽറ്റ കെ. അതാണ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടും. അപ്പൊ ഈ കേസിൽ നമ്മൾ എന്താണ്? സ്ലോലി അതിനെ കൈനറ്റിക് എനർജിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കൈനറ്റിക് എനർജി കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ വർക്ക് നമ്മൾ ചെയ്യണം. ഡെൽറ്റ കെനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അത് നമുക്ക് 0 ആക്കി എടുക്കാം. അങ്ങനെ വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണ്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ഇതിനകത്ത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്ര വരും നോക്കിയാൽ മതി. ഓക്കെ, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇതിന് എത്ര ഹൈറ്റിലോട്ട് കൊണ്ടുപോയി നോക്കിയാൽ പോരെ? ഏതിനെയാണ്, എങ്ങോട്ടുള്ള ഹൈറ്റ് ആണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കേണ്ടത്? സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഹൈറ്റ് എടുക്കണം. ഓക്കെ, സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഹൈറ്റ് എടുക്കണം, അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിനെ എത്ര ഹൈറ്റിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ താഴെയുള്ള പോർഷനെയാണ് നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ താഴെയുള്ള പോർഷന്റെ സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഹൈറ്റ് L/2n ആണ്. മനസ്സിലായോ? L/n ആണ് അതിന്റെ ടോട്ടൽ ലെങ്ത്. പക്ഷെ L/2n ആയിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസിലോട്ട് മുകളിൽ നിന്നുള്ള അതിന്റെ മുകളിൽ നിന്നുള്ള ഇത് വരും. ഓക്കെ അല്ലേ? സോ അപ്പൊ പറഞ്ഞേ, അപ്പൊ ഇതിന്റെ മാസ് എത്ര വരും? വാട്ട് വിൽ ബി ദി മാസ് ഓഫ് ദിസ് സെക്ഷൻ? ദി മാസ് ഓഫ് ദിസ് സെക്ഷൻ വിൽ ബി m/n. ഇതിന്റെ മാസും m/n വരും.
So change in potential energy എന്ന് പറയുന്നത് അതിന്റെ മാസ് m/n ഉണ്ട്. ഓക്കെ, ജി ഇൻറ്റു അതിന് എത്ര ഹൈറ്റിലോട്ട് എത്തിക്കണം? ഇപ്പൊ ഉള്ള സെന്റർ ഓഫ് മാസ് എത്ര ഹൈറ്റിലോട്ട് എത്തിക്കണം? L/2n ഹൈറ്റിലോട്ട് എത്തിക്കണം. സോ ഇറ്റ് വിൽ ബി mgl/2n square. mgl/2n square. So option 2 will be the answer. Okay, option 2 ആണ് ആൻസർ ആയിട്ട് വരും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യം ഇല്ല. ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൊളീഷൻ എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 വരുമ്പോൾ എ ബോഡി ഓഫ് മാസ് 2 kg makes an elastic collision with a second body at rest and continues to move in the original direction but with 1/4 of the original speed. What is the mass of the second body? Second body യുടെ മാസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ കൊളീഷന്റെ ഇക്വേഷൻ ആഫ്റ്റർ ദി കൊളീഷൻ വാട്ട് ഇസ് ദി വെലോസിറ്റി എന്ന് പറയുന്ന ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്ത് അപ്ലൈ ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, വി വിൽ ഗെറ്റ് ആൻസർ അപ്ലൈയിങ് മൊമെന്റം കൺസർവേഷൻ ഓർ എനിത്തിങ്. എന്ത് അപ്ലൈ ചെയ്താലും ആൻസർ കിട്ടും. സോ ഒരു ബോഡി ഉണ്ട്, അതിന്റെ മാസ് എത്രയാണ്? വാട്ട് ഇസ് ഇറ്റ്സ് മാസ്? 2 kg ആൻഡ് ഇറ്റ്സ് മൂവിങ് വിത്ത് വെലോസിറ്റി u നടക്കാം. അടുത്തൊരു മാസ് ഉണ്ട്, അതിന്റെ അത് ഇനീഷ്യലി എത്രയിലാണ്? ഇനീഷ്യലി മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്താൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അടുത്തതിന്റെ മാസ് നമുക്ക് അറിയില്ല, m നടക്കാം. അത് ഇനീഷ്യലി എത്രയാണ്? റെസ്റ്റിലാണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പിന്നെ അടുത്തത് കൊളീഷന് ശേഷം ഇത് എത്രയാ? ഇതിന്റെ മാസ് u/4 ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ മാസ് അല്ല വെലോസിറ്റി. അടുത്ത ആളുടെ വെലോസിറ്റി എത്രയാണെന്ന് നമുക്ക് അറിയില്ല. വാട്ട് ഇസ് ദി മാസ് ഓഫ് ദി സെക്കൻഡ് വൺ? ദാറ്റ് വി ഡോണ്ട് നോ. സെക്കൻഡ് വണ്ണിന്റെ മാസ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. സോ m അതിന്റെ വെലോസിറ്റി v നടക്കാം. സോ എനിക്ക് തോന്നുന്നത് മൊമെന്റ് കൺസർവേഷൻ അപ്ലൈ ചെയ്താൽ കിട്ടില്ല, കാരണം രണ്ട് അൺനോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് m ഉം v യും അല്ലെ? m ഉം v യും അൺനോൺസ് ആണ്. സോ അങ്ങനെ അപ്ലൈ ചെയ്താൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. v1 is equal to v1 എന്തായിരുന്നു? കൊളീഷനിലെ ഇക്വേഷൻ ഒക്കെ അറിയുന്നതല്ലേ? m2 മൈനസ് m1 ആണോ? m2 മൈനസ് m1 into u1 plus m2 അതോ m1 മൈനസ് m2 ആണോ പറഞ്ഞേ? ഏതാ വരിക? പ്ലസ് m1 മൈനസ് m2 ആണ്. m2 മൈനസ് m1 അല്ല, m1 മൈനസ് m2 2m2u2 divided by m1 plus m2. 2m2u2 divided by m1 plus m2. So ഈ ടേം 0 ആണ്, കാരണം രണ്ടാമത്തെ ടേമിന്റെ u2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 0 ആണ്. So this value is u. So this is u/4 is equal to എന്താ വരിക? 2 minus m divided by 2 plus m into 2 minus m divided by 2 plus m into u എന്ന് വരും. സോ u പോകും. ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടോ കോമ്പോണന്റോട് എവിഡന്റ് യൂസ് ചെയ്തിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കോമ്പോണന്റോട് എവിഡന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 5 താഴെ 3 അല്ലേ വരിക? ഈക്വൽ ടു, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താലും മതി കേട്ടോ. ഈക്വൽ ടു ഇവിടെ എന്താ വരിക? 4 ഡിവൈഡഡ് ബൈ താഴെ 2m. 4 ഡിവൈഡ് ബൈ 2m ആണെന്ന് തോന്നുന്നു. 4 ഡിവൈഡ് ബൈ മൈനസ് 2 ഏതായാലും എങ്ങനെയെങ്കിലും ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്ത് എന്താ വരിക? 4 into 2 minus m is equal to 2 plus m. സോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 5m വരും പുറത്ത് 6 വരും. m is equal to 6/5 1.2 കിലോഗ്രാം. തന്നെയല്ലേ ഇവിടെയും വരിക? തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, 6/5 1.2 കിലോഗ്രാം. I hope that one is also clear. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16th ക്വസ്റ്റ്യൻ. ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല കേട്ടോ, ഒരു കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചാപ്റ്റർ ഞാൻ പറയുമ്പോൾ ഒരു 18 വരെ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്ക്. ബാക്കി 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്ക്. കിട്ടാത്തത് ഡിസ്കസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടാത്തത് ഡിസ്കസ് ചെയ്താൽ മതിയോ ഇനി ബാക്കിയുള്ളതിന്?
ബാക്കിയുള്ളതിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് പറഞ്ഞേ. ഇനി ഒരു 7 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, 7 8 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതിനകത്ത് കിട്ടാത്തതൊന്ന് പറഞ്ഞേ, നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് കടക്കാം. പെട്ടെന്ന് പറഞ്ഞ ആരെങ്കിലും. ലബീബ്, ശ്രേയസ്, ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടായിരുന്നോ? ബാക്കിയുള്ളവർക്കും പറയാം കേട്ടോ, പുറത്തുനിന്നുള്ളവർക്കും പറയാം. എല്ലാം കിട്ടിയതാണോ? ശ്രേയസ് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു. കിട്ടാത്ത ഏതുമില്ല? വേറുള്ളവരുണ്ടെങ്കിലും പറഞ്ഞോ കേട്ടോ, ചെയ്ത് നോക്കിയിട്ട് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞോ. യൂട്യൂബിൽ ഞാനില്ല, യൂട്യൂബിൽ സ്ട്രീം ചെയ്യാൻ ഞാൻ എൻ്റെ ഫോണിന്റെ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. യൂട്യൂബും സൂമും പിന്നെ ഐപാഡിൽ ഫോണിന്റെ നെറ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സോ എല്ലാം കൂടി സ്ട്രീം ചെയ്യാൻ ഇതിന് കപ്പാസിറ്റി ഉണ്ടാവില്ല. യൂട്യൂബിൽ പറയുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. വേറെ ഏതും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വേറെ ഏതും ഇല്ല എന്ന് പറയുന്നു. സോ ഞാൻ നോക്കിയിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള തോന്നിയത് ക്വസ്റ്റ്യൻ നമ്പർ 18 കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. എല്ലാവർക്കും അല്ല, ചിലവർക്ക് കൺസെപ്റ്റ് ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ തന്നെ ഉള്ളൂ. നമ്പർ 18 എന്താണ്? 2 particles of masses m and 2m moving as shown with the speeds 10 meter per second and 5 meter per second collide elastically at the origin. After the collision, they move along the indicated direction with the speeds v1 and v2 respectively. The values of v1 and v2 are nearly. What is the values of v1 and v2? ഇവിടെ ഇങ്ങനെ കൊളീഷൻസ് നടക്കുകയാണ്. ഒരു 2-dimensional കൊളീഷൻ ആണ്. So 2-dimensional collision. 2-dimensional collision എന്താണ്? 2 ഡയറക്ഷനിലും മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കണം. ടോട്ടൽ ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് 2m എങ്ങനെയാ മൂവ് ചെയ്യണേ? 2m ഈ ഡയറക്ഷനിൽ, m ഈ ഡയറക്ഷനിൽ. സോ ഇനീഷ്യലി ഈ ആംഗിൾ 30 ഡിഗ്രി ആണ്. ഈ ആംഗിൾ എത്രയാ? 30 ഡിഗ്രി ആണ്. ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്. ദിസ് ആംഗിൾ ഈസ് ഓൾസോ 45 ഡിഗ്രി. ഇത്രയാണ് തന്നിട്ടുള്ളത്. റിസൾട്ടന്റ് മൊമെന്റം എന്ത് ചെയ്താൽ മതി? എക്സ് ആൻഡ് വൈ ഡയറക്ഷനിൽ നെറ്റ് മൊമെന്റം എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്താൽ മതി. സോ ഇത് m ആണ്, ഇത് 2m ആണ്. ഓക്കെ, വി ഹാവ് ടു. അപ്പോൾ ഇങ്ങനത്തെ കൊളീഷനിൽ എന്ത് ചെയ്യണം? വെക്റ്റർ ഫോമിൽ എന്ത് ചെയ്താൽ മതി? മൊമെന്റം എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുള്ള മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ എക്സ് ഡയറക്ഷനിലുള്ള ടോട്ടൽ മൊമെന്റം എന്തൊക്കെയാ? ഇയാൾക്ക് ഇങ്ങോട്ട് വെലോസിറ്റി എത്രയാ? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 10, ഈ ആംഗിൾ 30 ഡിഗ്രി വരും. 10 cos 30 ഡിഗ്രി ഉണ്ട്. 10 cos 30 ഡിഗ്രി താഴേക്ക്. അപ്പോൾ അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് m × 10 cos 30 ഡിഗ്രി. ഞങ്ങൾക്ക് താഴേക്ക് എന്തുണ്ട്? m × sin m × 10 വെലോസിറ്റി 10 ആണ്. sin 30 ഡിഗ്രി അതാണ് അതിന്റെ താഴേക്കുള്ള മൊമെന്റത്തിന്റെ കമ്പോണന്റ്. അതേപോലെ ഇയാളുടെയും ഈ ഡയറക്ഷനിൽ 2m × വെലോസിറ്റി എത്രയാണ്? 5 ആണ്. 5 ആണ് വെലോസിറ്റി. സോ 2m × 5, ഈ ആംഗിൾ 45 ഡിഗ്രി തന്നെ വരും അല്ലേ? ആൾട്ടർനേറ്റ് ഇൻക്ലൂഡഡ് ആംഗിൾസ്. 5 sin 45 ഡിഗ്രി എന്ന് വരും. മുകളിലോട്ട് എന്ത് വരും? മുകളിലോട്ട് അഗൈൻ 2m × 5 sin 45 ഡിഗ്രി. ഇതാണ് ഇനീഷ്യലി ഉള്ള ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ഉള്ള മൊമെന്റംസ്. ഇതാണ് ഇനീഷ്യലി ഉള്ള മൊമെന്റം. ആഫ്റ്റർ ദി കൊളീഷൻ മൊമെന്റംസ് നമുക്ക് നോക്കാം. എക്സ് ഡയറക്ഷനിൽ ഇയാൾക്ക് എത്രയാണ്? 2m × ഇയാളുടെ വെലോസിറ്റി v1 ആണ്. 2m v1 cos 30 ഡിഗ്രി മുകളിലോട്ട് 2m v1 sin 30 ഡിഗ്രി. ഇനി താഴത്താക്കോ? താഴത്തെ ആൾക്ക് എന്താണ്? ഈ ഡയറക്ഷനിൽ m, ഇയാളുടെ വെലോസിറ്റി v2 ആണ്. m v2 cos 45 ഡിഗ്രി താഴേക്ക് m v2 sin 45 ഡിഗ്രി. അതായത് എല്ലാ മൊമെന്റംസിനും ഞാൻ കമ്പോണൻസ് ആക്കി. സോ ഒരുപാട് ഫിഗർ ഉണ്ടാവും, ഒരുപാട് ഇത് കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ആണ് കൊളീഷന് മുമ്പുള്ള മൊമെന്റം, റൈറ്റ് സൈഡിലാണ് കൊളീഷന് ശേഷം ഉള്ള മൊമെന്റംസ്. സോ ഫിഗർ നോക്കി കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആ മൊമെന്റങ്ങളെ
ഞാൻ കമ്പോണൻസ് ആക്കിയതാണ്. അപ്പൊ എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റം കൺസർവേഷൻ, ഏത് കൊളീഷൻ ആണെങ്കിലും മൊമെന്റം കൺസേർവ്ഡ് അല്ലേ? ഏത് കൊളീഷൻ ആണെങ്കിലും മൊമെന്റം കൺസേർവ്ഡ് ആണ്. സോ എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റം കൺസർവേഷൻ, വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇനീഷ്യലി എക്സ് ഡയറക്ഷനിലുള്ള എത്രയാണ്? ഇതുണ്ട് അല്ലെ? ഇതുണ്ട്, ഇതുണ്ട്. ഇതാണ് ഇനീഷ്യലി ഉള്ള എക്സ് ഡയറക്ഷൻ. ഞാൻ അപ്പോൾ അണ്ടർലൈൻ ചെയ്ത സംഭവം. ഇത് രണ്ടുമാണ് ഇനീഷ്യലി ഉള്ള എക്സ് ഡയറക്ഷനിലുള്ള ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് m into 10 cos 30 degree plus 2m into 5 sin 30 degree. 2m into 5 sin 30 degree has to be equal to, after the collision, x direction ഉള്ള മൊമെന്റങ്ങൾ ഏതൊക്കെയാ? After the collision x direction ഉള്ളത് ഇത് രണ്ടുമാണ്. So that is m into v2 cos 45 degree plus 2m into v1 cos 30 degree. പിന്നെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ cos 30 degree നമുക്കറിയാം. cos 30 degree എത്രയാ? 1/√3/2. സോ ഫസ്റ്റ് ടേം വരിക 5√3. m ക്യാൻസൽ ചെയ്ത് കളയും. m കോമൺ ആണ്, എല്ലായിടത്തും ക്യാൻസൽ ചെയ്ത് കളയും. സോ ഫസ്റ്റ് ടേം വരെ 5√3, സെക്കൻഡ് ടേം വരെ 5, സോറി sin 30 അല്ലല്ലോ, sin 45 അല്ല അവിടെ. Sorry for the mistake. It is sin 45 degree. 2m into sin അല്ലെങ്കിൽ സോറി സൈനും കോസും ഒന്നും തന്നെയല്ല. സോറി, ഇവിടെ മാർക്ക് ചെയ്തതിന് ചെറിയ ഇത് കോസ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇത് കോസ് ആണെന്നാലും സൈനും കോസും സെയിം തന്നെയാണ്. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. മാർക്ക് ചെയ്തതിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോ കോസ് 45 ഡിഗ്രി ആണ് ഇത് വരേണ്ടത്, പക്ഷെ സെയിം തന്നെയാണ്. സോ 10 into cos 45 degree, that will be 5√2 അല്ലെ? 2ഉം റൂട്ടും കട്ടായി പോയാലും 5√2 ബാക്കി ഉണ്ടാവും. സോ ഈക്വൽ ടു ഇവിടെ എന്താ കിട്ടുന്നത് നമുക്ക്? v2/√2 പ്ലസ് v1√3. √3/2 എന്ന് വരും. cos 30 പ്ലസ് v1√3. ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതാണ് ഫസ്റ്റ് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ. ഈ വെർട്ടിക്കൽ ഡയറക്ഷൻ, y ഡയറക്ഷനിലുള്ള മൊമെന്റം കൺസർവേഷൻ. y ഡയറക്ഷനിൽ ഏതൊക്കെയാണുള്ളത്? y ഡയറക്ഷനിൽ മുകളിലോട്ടുള്ള ഏതൊക്കെയാണ്, താഴേക്കുള്ള ഏതൊക്കെയാണ്? y ഡയറക്ഷനിൽ മുകളിലേക്കുള്ളത് ഇതും, ഇത് താഴേക്കുമാണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്യാം, അത് താഴേക്കുമാണ്. യു ഹാവ് ടു സബ്ട്രാക്ട് ദീസ് ടു. സിമിലർലി ഈ കേസിലും ഏതുപോലെ തന്നെയാണ്. ഈ കേസിൽ ഇത് താഴേക്കും ഇത് മുകളിലേക്കുമാണ്. ഇത് മുകളിലേക്കുമാണ്. സോ നമ്മൾ y ഡയറക്ഷനിലുള്ള മൊമെന്റം കൺസിഡർ. ആദ്യം മുകളിലേക്കുള്ള പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് m into, നമുക്ക് കിട്ടാൻ പോകുന്നത് m into 10 sin 30 degree മൈനസ്, കാരണം സോറി ഞാൻ മുകളിലേക്കുള്ള പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. മുകളിലേക്കുള്ള അതല്ലേ സാധാരണ പോസിറ്റീവ്. സോ 2m into 5 sin 45 degree മൈനസ് m into sin 30 degree. ആ ഫിഗറിൽ നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മുകളിലേക്കുള്ള അല്ലെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള മൊമെന്റം ഞാൻ ഇക്വേറ്റ് ചെയ്യാണ് ചെയ്തത്, എടുക്കുകയാണ് ചെയ്തത്. ഇനി ആഫ്റ്റർ ദി കൊളീഷൻ വാട്ട് ആർ ദി വാല്യൂസ്? മുകളിലേക്കുള്ളത് 2m v1 sin 30 degree minus m v2 cos another sin 45 degree. നേരത്തെ പറഞ്ഞ പോലെ തന്നെ m ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 10 sin 45 degree മൈനസ് അവിടെ വെലോസിറ്റി എത്രയായിരുന്നു? m into 10. ഇവിടെ ഒരു 10 കൂടി ഉണ്ട്, 10 കൂടി. സോ 10 sin 45 degree മൈനസ് 10 ഇത് വരും. സോ 10 into sin 45 degree 1/√2 മൈനസ് 1/2. 10 into 1/√2 minus 1/2. So it will be 5√2 minus 5 has to be equal to 5√2 minus 5 has to be equal to right hand side എന്ത് വരെ? sin 30 degree 1 ആണ്, 1/2 ആണ്. സോ v1 minus v2/√2.
സോ മുകളിലത്തെ ഇക്വേഷൻ 1, താഴത്തെ ഇക്വേഷൻ 2 ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഏകദേശം വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ആണ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഏകദേശം വാല്യൂസ് ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ √2നും √3ക്കും ഒക്കെ 1.41ഉം അതേപോലെ 1.7 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. സോ ഇതുവരെ ഇത്രയുള്ള ഫിസിക്സ്, ബാക്കി മാത്തമാറ്റിക്കൽ സിമ്പിൾ സോൾവിങ് ആണ്. അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇല്ലല്ലോ, ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബാക്കി ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. കാരണം ടൈം വളരെ ലിമിറ്റഡ് ആണ്. എനിക്കൊരു ക്വസ്റ്റ്യന് 4 മിനിറ്റ്സ് ഒക്കെയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 7-8 മിനിറ്റ് ഒരു ക്വസ്റ്റ്യന് പോകും. സോ അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല. ഇനി മുതൽ ഒരു 70% ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സിൽ ചെയ്യും. ബാക്കിയുള്ളത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ എന്നാണോ എടുക്കുന്നത് അന്ന് ഞാനൊരു 60% ചെയ്യും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് തരും. അതിലൊരു 10% ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടില്ല. ആ ക്വസ്റ്റ്യൻസ് അതിന്റെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അങ്ങനെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് കടക്കാം. റൊട്ടേഷണൽ മോഷൻ. അടുത്ത ചാപ്റ്റർ റൊട്ടേഷണൽ മോഷൻ ആണ്. അടുത്ത ചാപ്റ്റർ അല്ലെങ്കിൽ സർക്കുലർ മോഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. സർക്കുലർ ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന സംഭവം. ഞാനിത് എടുക്കാനുള്ള റീസൺ PDF ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. ചിലവര് ഞാൻ യൂട്യൂബിൽ പിന്നെ പോയി നോക്കിയപ്പോൾ കമന്റ് കണ്ടതാണ് PDF ഫോണിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് കണ്ടു. സോ അതുകൊണ്ട് ഞാൻ ഈ ചാപ്റ്ററിന്റെ PDF ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം, അല്ലാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. സോ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ പോവാം. കൺസെപ്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് +2 NCERT-യിലുള്ള സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. So first question ഇതാണ്. Question number 1. If the angular momentum of a planet is m, moving around the sun in a circular orbit is L, planet of mass m is angular momentum L ആണ്. Circular orbit ആണെങ്കിൽ circular orbit is L. Then the center about the center of the sun, then its aerial velocity is. What is its aerial velocity? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഗ്രാവിറ്റേഷനിലെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അല്ലേ? ഗ്രാവിറ്റേഷനിൽ വരുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള കെപ്ലർസ് ലോയിൽ വരുന്ന ഒരു ഇക്വേഷൻ തന്നെയാണത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ ഏരിയൽ വെലോസിറ്റി dA/dt is given by L/2m. ഏരിയൽ വെലോസിറ്റി dA/dt is given by L/2m. ഇതെല്ലാവർക്കും അറിയാവുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ സർക്കുലർ മോഷന്റെ കേസിൽ നമുക്ക് ഡിറൈവ് ചെയ്യാം. സർക്കുലർ മോഷന്റെ കേസിൽ ഇപ്പൊ സർക്കുലർ ഓർബിറ്റ് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്ലാനറ്റ് A to B മൂവ് ചെയ്തു. ഒരു പ്ലാനറ്റ് A to B മൂവ് ചെയ്തു എന്ന് വിചാരിച്ചു. സബ്റ്റൻഡിങ് ആൻ ആംഗിൾ തീറ്റ. സർക്കുലർ ഓർബിറ്റ് ആകുമ്പോൾ ഡെറിവേഷൻ വളരെ സിമ്പിൾ ആണ്. സോ അത് കവർ ചെയ്ത ആംഗിൾ, അത് കവർ ചെയ്ത ഏരിയ എത്രയാണ്? വാട്ട് ഈസ് ദി ഏരിയ സ്വെപ്റ്റ് ബൈ ദി റേഡിയസ് വെക്റ്റർ? ഏരിയ വിൽ ബി, what is the area covered by that? Area will be r square into theta by 2 അല്ലേ? അറിയുന്നല്ലേ? ഒരു സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് r square into theta by 2, where theta is in radian. തീറ്റ റേഡിയനിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് സർക്കിൾ ആവുമ്പോൾ തീറ്റയുടെ വാല്യൂ 2π വരും. അങ്ങനെ അത് πr² എന്ന് വരും. ഓക്കെ, സോ dA/dt will be r² by 2 into d theta by dt. r² by 2 into d theta by dt. So this is omega. So this will be r² omega by 2, or ഇതിനെ വേണമെങ്കിൽ r into r omega by 2 എന്ന് എഴുതാം. This rv by 2 ആണെങ്കിൽ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ r² ആ സംഭവം എഴുതാം, rv by 2. മോളും താഴെ എമൗണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇറ്റ് വിൽ ബി mvr by 2m. What is this mvr? What is this mvr? mvr is angular momentum. So L/2m എന്ന് വരും സർക്കുലർ മോഷന്റെ കേസിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് ഗ്രാവിറ്റേഷനിൽ അതേപോലെ പറയുന്ന സംഭവമാണ്. ഓക്കെ, ഗ്രാവിറ്റേഷനിൽ അതേപോലെ പറയുന്ന സംഭവമാണ്. എന്ത്? ഏരിയൽ വെലോസിറ്റി ഈസ് L/2m എന്ന് പറയുന്നത്. ആംഗുലാർ മൊമെന്റം ഡിവൈഡ് ബൈ 2 into mass of the planet. സോ അതാണ് ഏരിയൽ വെലോസിറ്റി വരും. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ,
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കിട്ടിയിരുന്നോ ആർക്കെങ്കിലും? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. നമ്പർ 2 ഇതാണ്. An L-shaped object made of the two thin rods of uniform mass density is suspended with a string as shown in figure. If AB equal to BC, the angle made by AB with the downward vertical is theta, then theta is. നമ്മളൊരു എൽ ഷേപ്ഡ് സംഭവം എന്ത് ചെയ്യാണ്? എൽ ഷേപ്ഡ് സംഭവം നമ്മളൊരു നൂലിൽ കെട്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഹിഞ്ചിൽ എൽ ഷേപ്ഡ് സംഭവത്തിന് ഒരു എൻഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചു. അപ്പൊ അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ നിൽക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് നിൽക്കും. കറക്റ്റ് വെർട്ടിക്കലി ആയിരിക്കില്ല, ഇങ്ങനെ ഒരു ആംഗിളിൽ വന്ന് നിൽക്കും. വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? തീറ്റ എന്നാണ് ചോദിച്ചത്. ഇത് കിട്ടിയിരുന്നോ ലബീബ് അല്ലെങ്കിൽ ശ്രേയസ് ആർക്കെങ്കിലും കിട്ടിയിരുന്നോ? കിട്ടിയതാണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെന്താണ് ഈ മാഗ്നം ഓപ്പസ് ഒക്കെ? എന്തെങ്കിലും ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഒരു എൽ ഷേപ്പ്ഡ് സംഭവം ഉള്ളത് എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് എടുക്കാം. അതായത് സ്ട്രിങ്ങിൽ കട്ടിയിട്ടൊന്നുമില്ല, ഞാൻ വെറുതെ എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് എടുക്കും. ഇതിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എൽ ഷേപ്പിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ് ഉണ്ടാവുക? വേർ വിൽ ബി ദി പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്? സെന്റർ ഓഫ് മാസ് എവിടെ? ഇവിടെയാണോ സെന്റർ ഓഫ് മാസ് ഈ എൽ ഷേപ്പിന്റെ? Is that corner the center of mass of L shape? അല്ല, that is not the center of mass of the L shape. അതല്ല center of mass of the L shape. അതിന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓരോ സെഗ്മെന്റിന്റെയും സെന്റർ ഓഫ് മാസ് എവിടെയാ നോക്കുക. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് മാസ് വരിക, ഇവിടെയാണ്. മുകളിലത്തെ പാർട്ടിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണ്. താഴത്തെ പോർഷന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെയാണ്. ഓക്കെ, എയിലാണ് മുകളിലത്തെ പോർഷന്റെ സെന്റർ ഓഫ് മാസ്, ബിയിലാണ് താഴത്തെ പോർഷന്റെ സെന്റർ ഓഫ് മാസ് വരും. അപ്പൊ മുകളിലത്തെ പോർഷന്റെ മാസും താഴത്തെ പോർഷന്റെ മാസും സെയിം തന്നെയാണ്, കാരണം ലെങ്ത് സെയിം ആണ്. ഞാൻ എയും ബിയും മറ്റേനകത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇതിനെ പിയും ക്യൂ ആയിട്ട് എടുക്കുന്നുണ്ട്. These are P and Q. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് മാസ് ഇതിന്റെ എവിടെ വരിക? ലൈൻ ജോയിനിങ് ദീസ് ടു. ഇതിനെ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ മിഡ് പോയിന്റിലാണ് എന്ത് വരിക? സെന്റർ ഓഫ് മാസ് വരിക. ഇവിടെയാണ് സെന്റർ ഓഫ്, ദിസ് ഈസ് ദി പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഇതാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ആയിട്ട് വരുന്നത്. സോ ഈ ലെങ്ത് L/2, ദിസ് ലെങ്ത് ഈസ് L/2. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഇതിന്റെ ഏതാണ്? ഇത് ഇതിന്റെ സെന്റർ ഓഫ് മാസ് ആണ്. സോ ഈ ലെങ്ത് ടോട്ടൽ ആയിട്ട് ഇത് നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ L/2 √2 ടോട്ടൽ ലെങ്ത്, ഇത്രയും L/2 √2 അല്ലേ? ട്രയാങ്കിൾ ആണ്, L/2 √2. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, സോ അത് ക്ലിയർ ആണ്. സോ ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? 45 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് ഓൾസോ 45, കാരണം ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ എത്രയാ? 135 ഡിഗ്രി. ആ പുറത്തുള്ള ആംഗിൾ 135 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് 135 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. ദിസ് മച്ച് ഈസ് ഐ എം ഗോയിങ് ടു യൂസ് ഇൻ ദിസ് കേസ്. അപ്പോ ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇതാണ്. ഇതിനകത്ത് ഈ പോർഷൻ എങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് വെർട്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക? എങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ എൽ ഷേപ്പ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക? എപ്പോഴായിരിക്കും? വെൻ വിൽ ഇറ്റ് സ്റ്റേ ഇൻ ദി ഇക്വിലിബ്രിയം? അല്ലെങ്കിൽ ഇതിങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് എങ്ങനെയായിരിക്കും നിൽക്കുക? അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ദിസ് ഈസ് ദി വെർട്ടിക്കൽ ലൈൻ.
This is the vertical line. ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ ലൈ ചെയ്യണം? ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം ഷുഡ് ലൈ ഇൻ ദിസ് വെർട്ടിക്കൽ. ഈ വെർട്ടിക്കൽ ലൈനിൽ എന്ത് ചെയ്യണം? വെയിറ്റ് ബാലൻസ്ഡ് ആയിട്ട്, വെയിറ്റ് മാത്രം ബാലൻസ്ഡ് ആയാൽ മതിയോ? വെയിറ്റിന് ആര് ബാലൻസ് ചെയ്തോളും? ഇവിടെയുള്ള ടെൻഷൻ അല്ലെങ്കിൽ ഹിഞ്ചിലുള്ള ഫോഴ്സ് അത് ബാലൻസ് ചെയ്തോളും. വെയിറ്റ് മാത്രം ബാലൻസ് ചെയ്താൽ പോരാ, ടോർക്കും കൂടി ബാലൻസ് ചെയ്യണം. ടോർക്കും കൂടി ബാലൻസ് ചെയ്യണം. അപ്പൊ ടോർക്ക് ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ടോർക്ക് ബാലൻസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടോർക്ക് സീറോ ആണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ മാസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇയാൾ ഉണ്ടാക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എം ജി, ഇയാളും എന്തെന്നെയാണ്? ഹിഞ്ചിലുള്ള ഫോഴ്സ്. വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹിഞ്ചിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തെന്നെയാണ്? എം ജി തന്നെയാണ് മുകളിലോട്ട് വരുന്നത്. അപ്പൊ രണ്ടുപേരും ഉണ്ടാക്കുന്ന ടോർക്ക് ക്യാൻസൽ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരണം. മനസ്സിലായി? അല്ലെങ്കിൽ അബൌട്ട് ദിസ് പോയിന്റ്, ഓ എന്ന് പറയുന്ന പോയിന്റ്, അത് ഓ ആണോ എ ആണോ എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ആ പോയിന്റ് അബൌട്ട് എ എന്ന് പറയുന്ന പോയിന്റ് ടോർക്ക് ക്യാൻസൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എം ജി ആ പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്ത് പോകണം. അതിന്റെ വെയിറ്റ് ആ പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്ത് പോകണം. മനസ്സിലായി? അപ്പൊ ഇവിടുത്തെ ടെൻഷൻ ദാറ്റ് ഹാസ് ടു ബി ഈക്വൽ ടു എം ജി. ടെൻഷൻ കാരണമുള്ള ടോർക്ക് സീറോ ആണ്. ടെൻഷൻ കാരണമുള്ള ടോർക്ക് സീറോ ആണ്. കാരണം ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ ഇല്ല, കാരണം ഫോഴ്സ് ആ പോയിന്റിലൂടെ തന്നെയാണ് പാസ് ചെയ്തത്. അപ്പൊ ടെൻഷൻ കാരണമുള്ള ടോർക്കിനെ പറ്റി ബോധർ ചെയ്യണ്ട. പിന്നെ അതിന്റെ വെയിറ്റ് കാരണമുള്ള ടോർക്കിനെ പറ്റി ബോധർ ചെയ്താൽ മതി. വി ഹാവ് ടു ബോധർ ഓൺലി അബൌട്ട് ദി വെയിറ്റ്. വെയിറ്റ് കാരണമുള്ള ടോർക്കിനെ പറ്റി മാത്രം ബോധർ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ വെയിറ്റ് കാരണമുള്ള ടോർക്ക് എപ്പോഴാണ് സീറോ ആവുക? എന്താണ് ടോർക്ക് എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഫോഴ്സ് ഇൻറ്റു വാട്ട് ഈസ് ദാറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ഏത് പോയിന്റ് വെച്ചാണോ നമ്മൾ ടോർക്ക് എടുക്കുന്നത് ആ പോയിന്റും ആ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ, ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും പിന്നെ ആ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എ വെച്ചുള്ള ടോർക്കാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, എ വെച്ചിട്ടുള്ള ടോർക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ എം ജി എന്ന് പറയുന്ന വെയിറ്റിന്റെ ലൈൻ ഓഫ് ആക്ഷൻ, ദിസ് ഈസ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് വെയിറ്റ്. മനസ്സിലായോ? എം ജി ആക്ടിങ് അലോങ് ദാറ്റ് ലൈൻ. ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആക്ട് ചെയ്യുന്ന ലൈൻ ഉണ്ടല്ലോ, നേരെ താഴേക്കല്ലേ, അതിനെ മുകളിലോട്ടും താഴോട്ടും എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന ലൈനാണ് ലൈൻ ഓഫ് ആക്ഷൻ. അതും എയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് ഈ കേസിൽ എത്രയാണ്? സീറോ അല്ലേ? കാരണം എ ആ ലൈനിൽ തന്നെയാണുള്ളത്. അങ്ങനെ സീറോ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ടോർക്ക് ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. അതല്ലെങ്കിൽ ടോർക്ക് എന്താവില്ല? സീറോ ആവില്ല. സോ എം ജി ഷുഡ് ലൈ അലോങ് ദി ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, എം ജി ഷുഡ് ലൈ അലോങ് ദി വെർട്ടിക്കൽ ലൈൻ ഓഫ് എ. എയിലൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈനിലായിരിക്കണം എം ജി ഉള്ളത്, അല്ലെങ്കിൽ എം ജി പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈനിൽ എ വരണം. അത് ഏതൊരു സംഭവം അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മള് ഏതൊരു സാധനത്തിനെ ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ അതിലൂടെ ആക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അതിന്റെ ഏതിലൂടെ ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് വരേണ്ടത്? എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് വരേണ്ടത്? അതിന്റെ സെന്റർ ഓഫ് മാസിലൂടെയാണ് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് വരേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ സെന്റർ ഓഫ് മാസുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം. മനസ്സിലായോ? അതായത് ഇവിടുത്തെ എയിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സ് സെന്റർ ഓഫ് മാസിലൂടെ കോയിൻസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എം ജി ആയിട്ട് കോയിൻസൈഡ് ചെയ്യണം. അപ്പൊ മാത്രമേ നമുക്കത് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഏതൊരു സംഭവം ആണെങ്കിലും സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. ഇനി നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ ഇവിടെ ഒരു ലൈൻ വരച്ചു. നേരത്തെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ആ ലൈൻ ഇതിനകത്ത് എങ്ങനെയാണ്? ഇവിടുത്തെ L/2 ഇവിടുത്തെ L/2 തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ ആയിരുന്നു. ഇങ്ങനെയായിരുന്നു ആ ലൈൻ ഉണ്ടായിരുന്നത്. മനസ്സിലായോ? ആ നേരത്തെ ഇപ്പൊ ഇതിനകത്ത് ചെരിച്ച് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ വരച്ച ആംഗിൾസ് ഒക്കെ ഞാൻ ഒന്നും കൂടി മാർക്ക് ചെയ്യാം. ദിസ് ആംഗിൾ വാസ് 90 ഡിഗ്രി, ദിസ് ആംഗിൾ വാസ് 135 ഡിഗ്രി, ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഈ ആംഗിൾ എത്ര വരും അപ്പോ? വാട്ട് ഈസ് ദിസ് ആംഗിൾ? വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? ആ ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ ഇത് 135 വന്നു, അത് തീറ്റ വന്നു. ദിസ് ആംഗിൾ വിൽ ബി 45 മൈനസ് തീറ്റ. കറക്റ്റ് അല്ലേ? ഇവിടെ 135 വന്നു, ഇനി ബാക്കിയുള്ള രണ്ടും കൂടി കൂട്ടിയാൽ 180 വരണം. അത് തീറ്റ പോയാൽ താഴത്ത് 45 മൈനസ് തീറ്റ. ഓക്കെ, ഇനി ഈ സൈഡ് എത്രയാണ്? വാട്ട് ഈസ് ദിസ് സൈഡ്?
That side is L by 2. കാരണം center of mass നേരത്തെ വെച്ചത് L by 2 അപ്പുറത്ത് L by 2 ജോയിൻ ചെയ്യുന്ന ലൈൻ ആണ്. That side is L by 2. ഔട്ട് ഉണ്ടോ? ഇനി ഈ ഗ്രീൻ ലൈനിന്റെ ടോട്ടൽ ലെങ്ത് എത്ര കിട്ടിയ? ഗ്രീൻ ലൈനിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാ? L by 2 √2. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഞാൻ ഇതിനകത്ത് യെല്ലോയിൽ മാർക്ക് ചെയ്യുന്ന ഈ ട്രയാങ്കിൾ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ ലെങ്ത് എന്ത് വരും? ഈ പോർഷന്റെ ലെങ്ത് മാത്രം, ഈ യെല്ലോയിലുള്ള ഈ പോർഷന്റെ ലെങ്ത് ടോട്ടൽ ലെങ്ത് L by 2 into √2 ആണ്. സോ ഇറ്റ് വിൽ ബി L by 2 into √2 അതിന്റെ പകുതി. ദാറ്റ് വിൽ ബി L by 4 √2 അല്ലെങ്കിൽ L by 2 √2, L by 4 √2 or L by 2 √2. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നമ്മളോട് ചോദിച്ചത് തീറ്റ കണ്ടുപിടിക്കാനാണ്. വാട്ട് ഈസ് ദി തീറ്റ ഫോർ ദിസ്? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് തീറ്റ ഫോർ ദിസ് എന്നാണ്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പെട്ടെന്ന് പറഞ്ഞു. ഹൗ ക്യാൻ വി ഫൈൻഡ് തീറ്റ? നമുക്ക് രണ്ട് സൈഡ്സ് അറിയാം. വി ഡോണ്ട് നോ, വി നോ വൺ ആംഗിൾ, ഒരു ആംഗിൾ അറിയാം, രണ്ട് സൈഡ്സ് അറിയാം, ബാക്കി രണ്ട് ആംഗിൾസ് അൺനോൺസ് ആണ്. ഇതിനകത്ത് നിന്ന് എങ്ങനെയായിരിക്കും നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും? പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ലബീബോ, വേറെ ആരെങ്കിലും? എനിക്ക് ഞാൻ ആകെ രണ്ടുപേര് എപ്പോഴും റിപ്ലൈ ചെയ്യുന്നവരായതുകൊണ്ട് അവരെനിക്ക് പേഴ്സണലി ആണ് റിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പ്രൈവറ്റ്ലി നിങ്ങൾ കാണാത്താണ്. സോ ലബീബും ശ്രേയസാണ് സാധാരണ റിപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞ ആരെങ്കിലും, അല്ലെങ്കിൽ ലബീബ് ആരെങ്കിലും പറഞ്ഞാലും മതി. എങ്ങനെ ചെയ്യാൻ പറ്റും? ടാൻ തീറ്റ എങ്ങനെ ടാൻ തീറ്റ എടുക്കണം? ടാൻ തീറ്റ ആണ് ക്വസ്റ്റ്യനിൽ ഉള്ളത്. ഏത് ടാൻ തീറ്റ എടുക്കണം? അത് റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ ആണോ? റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ ആണെങ്കിൽ ടാൻ തീറ്റ എടുക്കുക. അല്ല, അപ്പൊ നമുക്ക് ഇവിടെ സൈൻ ലോ യൂസ് ചെയ്യാം അല്ലെ? സൈൻ ലോ എന്തായിരുന്നു? ട്രയാങ്കിളിലെ സൈൻ ലോ എ ബൈ സൈൻ എ, അതായിരിക്കും ഏറ്റവും എളുപ്പം. എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഇസ് ഈക്വൽ ടു സി ബൈ സൈൻ സി. ഇതറിയുന്നല്ലേ? അല്ലെങ്കിൽ സൈൻ എ ബൈ എ ഇസ് ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഇസ് ഈക്വൽ ടു സൈൻ സി ബൈ സി. ഇതറിയുന്നല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിളിലും മാത്സിലും എപ്പോഴും വരുന്ന സംഭവമാണല്ലോ. ഇതറിയുന്ന സംഭവമല്ല എല്ലാവർക്കും? പഠിച്ചിട്ടില്ലേ? എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. ലാമീസ് തിയറത്തിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ലാമീസ് തിയറം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിനകത്തൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അത് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാം. അത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ എ, കുഞ്ഞ് എന്താണ്? ക്യാപിറ്റൽ എക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? L by 2 divided by sin 45 minus theta. Sin 45 minus theta has to be equal to L by 2 √2 അല്ലെങ്കിൽ L by 4 into √2 divided by sin theta. കറക്റ്റ് അല്ലേ? മൂന്നാമത്തെ സൈഡ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് തീറ്റ മാത്രം കണ്ടുപിടിച്ചാൽ മതി. I have to find only theta. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചെയ്യുമ്പോൾ വേണമെങ്കിൽ L ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് ഇവിടെ ഒരു 2 ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഈ സൈൻ 45 ഇത് അങ്ങോട്ട് പോയാലും ബാക്കി ഉണ്ടാവുക √2 by 2 sin 45 minus theta has to be equal to sin theta. So this is √2 by 2 sin 45 minus theta എന്താണ്? sin 45 cos theta minus cos 45 sin theta അല്ലേ? sin a cos b minus cos a sin b, sin a cos b minus cos a sin b. So sin 45 cos theta, that is 1 by √2 cos theta, 1 by √2 cos theta minus 1 by √2 sin theta, cos 45 sin theta is equal to sin theta. So ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ റൂട്ടും ക്യാൻസൽ ചെയ്ത് പോകും.
2 sin theta is equal to cos theta minus sin theta, or ഇത് ഇങ്ങോട്ട് വന്നാൽ 3 sin theta ആവും, or tan theta അല്ലേ. 3 sin theta is equal to cos theta എന്ന് കിട്ടും. Tan theta is equal to sin theta by cos theta is equal to 1/3. Is equal to 1/3 എന്ന് വരും. It will be 1/3. Okay. So അത് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. സോ വേറെ പല രീതിയിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയ ഐഡിയ പെട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. റൊട്ടേഷണൽ മോഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ. 2 masses m and m/2 are connected at the two ends of a massless rigid rod of length L. The rod is suspended by a thin wire of torsional constant K at the center of mass of the rod mass system. Because of torsional constant K, the restoring torque tau is K theta for angular displacement theta. If the rod is rotated by theta 0 and released, the tension in the wire when it passes through the mean position will be figure ഒക്കെ തന്നിട്ടുണ്ട്. Figure is given like this. അങ്ങനൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല കൺസെപ്ച്വലി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കൺസെപ്റ്റ് മാത്രം പോരെ, പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതൊക്കെ. സോ ഇതിനകത്ത് എന്താണ് ബേസിക്കലി ഉള്ളതെന്ന് വെച്ചാൽ, നമുക്കൊരു സ്ട്രിങ്ങോ അല്ലെങ്കിൽ റോഡോ ഉണ്ട്. അതിനകത്ത് മാസസ് ഉള്ള എങ്ങനെയാണ്? മാസസ് ഉള്ളത് ഇവിടെ m/2 ഉണ്ട്, ഇവിടെ m ഉണ്ട്. ടോട്ടൽ ലെങ്ത് L ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സെഗ്മെന്റിന്റെയും ലെങ്ത് എന്ത് വരും? ഈ സെഗ്മെന്റിന്റെ ലെങ്ത് ഞാൻ സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഡിസ്റ്റൻസ് L1 ആണെന്ന് വിചാരിച്ചു. ഇത് 0 0 ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കിട്ടിയ ഈ ഓരോ സെഗ്മെന്റിന്റെയും ലെങ്ത് എത്രയാണെന്ന് കിട്ടും, റൈറ്റ്? കാരണം ഈക്വൽ മാസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് നടുവിലാണോ പിടിക്കേണ്ടത്? അല്ല, ആ കൂടുതൽ മാസ് ഉള്ളതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് പിടിക്കേണ്ടി വരും അല്ലേ? സോ അത് ചെയ്താൽ ആൻസർ കിട്ടും എത്രയാണ്. ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. സോ ഒന്നുകിൽ m1 r1 is equal to m2 r2 എന്ന് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ m/2 ഞാൻ ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ L1 ഡിസ്റ്റൻസിലാണുള്ളത്. സോ L1 is equal to m/2 എവിടെയുള്ളത് 0 പ്ലസ് m ഉള്ളത് എവിടെയാ? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് L. മനസ്സിലായി? ഇതിന്റെ കോർഡിനേറ്റ് L0 ആണ്. അപ്പോൾ ഈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് L1 0 ആയിട്ടാണ് എടുക്കുന്നത്. സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ m/2 പ്ലസ് m എന്ന് വരും. സോ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ഇത് 12/3 ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ ഡിസ്റ്റൻസ് ദിസ് ഈസ് L2 ആണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി L/3. അപ്പോ ആ ഡിസ്റ്റൻസസ് വരാൻ പോകുന്നത് ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 12/3, ദി അതർ ഡിസ്റ്റൻസ് വിൽ ബി L/3. സോ ഇങ്ങനെയാണ് ഇതിനകത്ത് വരിക. അപ്പൊ ഞാൻ ഫിഗർ മാറ്റി വരക്കുന്നുണ്ട്. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കിട്ടി, അല്ലെങ്കിൽ എവിടെയാണ് ഈ സംഭവം നമ്മൾ വെക്കുന്നത് എന്ന് കിട്ടി. സോ ഈ ഡിസ്റ്റൻസ് m/2 12/3, ഈ ഡിസ്റ്റൻസ് L/3. ഓക്കെ. സോ ഇത് ഏതുപോലെ തന്നെയാണെന്ന് ചോദിച്ചാൽ സ്പ്രിങ് പോലെ തന്നെയാണ്. സ്പ്രിങ്ങിന്റെ കേസിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു kx എന്നാണ് ഉണ്ടാവുക. F is equal to kx എന്നാണ് സ്പ്രിങ്ങിന്റെ കേസിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിച്ചു. ഈ സ്പ്രിങ്ങിനെ ഞാനൊരു x0 എന്ന് പറയുന്ന സംഭവത്തിന് x0 എലോങ്ങേറ്റ് ചെയ്യിച്ചു. ഇത്രയും x0 എലോങ്ങേറ്റ് ചെയ്യിച്ചു. അപ്പൊ ആ സ്പ്രിങ്ങിൽ എത്ര സ്റ്റോർ ചെയ്യും എനർജി? ഹാഫ് kx0 സ്ക്വയർ എന്ന് പറയുന്ന എനർജി സ്റ്റോർ ചെയ്യും. എനർജി സ്റ്റോർഡ് ഈസ് ഹാഫ് kx0 സ്ക്വയർ. ഇനി ഇതിന്റെ മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ നാച്ചുറൽ ലെങ്ത്തിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അവിടെ പോയിട്ട് അതിനെ റിലീസ് ചെയ്തു. അതിനെ നാച്ചുറൽ ലെങ്ത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ നാച്ചുറൽ ലെങ്ത്തിലോട്ട് തിരിച്ചു വരുമ്പോൾ ഈ ബ്ലോക്കിനെ ഉള്ളിലോട്ട് തിരിച്ചു വലിക്കും. മെയിൻ പൊസിഷനിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് മാറും.
കാരണം elongation 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 0. പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് മാറും. മനസ്സിലായോ? ആ പൊട്ടൻഷ്യൽ എനർജി മൊത്തം എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ആ പൊട്ടൻഷ്യൽ എനർജി മൊത്തം ഈ ബ്ലോക്കിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ മെയിൻ പൊസിഷനിൽ എത്തുമ്പോഴുള്ള ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ദി കൈനറ്റിക് എനർജി when it reaches the main position, will be the potential energy stored in the spring when it was at maximum elongation. മാക്സിമം elongation ഉണ്ടായിരുന്ന ഫുൾ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എത്തുമ്പോഴേക്കും കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. സെയിം ആണ് ഈ സംഭവത്തിലും. ഇതിനെ നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ സംഭവത്തിന് എന്താണ് ചെയ്യുന്നത്? ഈ സംഭവത്തിന് നമ്മൾ തിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടിൽറ്റ് ചെയ്യും. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ടിൽറ്റ് ചെയ്യും. സോ ടിൽറ്റ് ചെയ്യല്ല, നമ്മൾ ഹൊറിസോണ്ടലി ഇങ്ങനെ തിരിക്കുകയാണ്. ടിൽറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, ഇങ്ങനെ ടിൽറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. മനസ്സിലായോ? ഇതിനെങ്ങനെ ഇങ്ങനെ വീഡിയോ നോക്കുവാണെങ്കിൽ ഇതിനെങ്ങനെ പിടിച്ചിട്ട് ഒരു നൂലിൽ എന്ത് ചെയ്യുക, തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതിനെ ഇങ്ങനെ ഹൊറിസോണ്ടലി തിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അതെന്ത് ചെയ്യും? ഇങ്ങനെ ഹൊറിസോണ്ടലി ഇങ്ങനെ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ് ശരിക്കും ഈ കേസിൽ ചെയ്യുക. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അത് മെയിൻ പൊസിഷനിലോട്ട് തന്നെ തിരിച്ചു വരുമ്പോൾ വാട്ട് ഈസ് ദി ടെൻഷൻ ഇൻ ദി സ്ട്രിങ്? സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതൊരു ഹൊറിസോണ്ടൽ സംഭവമാണ് ഇതിനകത്ത് വരിക. അപ്പൊ ശരിക്കും ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു ആംഗിള് തീറ്റ ഹൊറിസോണ്ടലി ഡിസ്പ്ലേസ് ചെയ്യും, തീറ്റ 0. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്പ്രിങ്ങിനകത്ത് അല്ലെങ്കിൽ വയറിനകത്ത്, അതായത് ഈ മുകളത്തെ ഈ വയറിനകത്ത്, മുകളിൽ ആ തൂക്കിയിട്ടിരിക്കുന്ന ആ മുകളിൽ നിന്നുള്ള വയറ് എന്ത് ചെയ്യും? അതിനകത്ത് ടോർഷൻ ഡെവലപ്പ് ചെയ്യും. നമ്മളിപ്പോ ഒരു റബ്ബർ അല്ലെങ്കിൽ ഇറൈസർ ഒക്കെ എടുത്തിട്ട് നമ്മൾ താഴെ ഇങ്ങനെ ഒരു മുകളിൽ പിടിച്ചിട്ട് താഴെ ഇങ്ങനെ ടിൽറ്റ് ചെയ്യില്ലേ? താഴെ ഇങ്ങനെ നമ്മളിങ്ങനെ തിരിച്ചു നോക്കൂലേ? ഇറൈസർ ഒക്കെ എടുത്തിട്ട് ഇറൈസർ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം എടുക്കുക, എന്നിട്ട് ഇവിടെ താഴെ ഇങ്ങനെ തിരിക്കുന്നതിനെയാണ് നമ്മൾ സ്ക്രൂ ഒക്കെ മുറുക്കുന്ന പോലെ ഇങ്ങനെ തിരിക്കുന്നതിനാണ് നമ്മൾ ടോർഷൻ എന്ന് പറയുന്നത്. താഴെ ഒരു എന്തുണ്ടാവും? റീസ്റ്റോറിങ് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആ മെറ്റീരിയലിനകത്ത് ഒരു റീസ്റ്റോറിങ് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാൻ. റബ്ബറൊക്കെ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരില്ലേ? അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് കെ തീറ്റ 0 സ്ക്വയർ ആണ്. മനസ്സിലായി? അവിടെ ആംഗിൾ ആണ് നമ്മൾ എടുക്കുന്നത്. വെർ കെ ഇസ് ദി ടോർഷണൽ കോൺസ്റ്റന്റ്. മറ്റേനകത്ത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ട്രാൻസ്ലേഷണൽ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ ടോർഷണൽ കോൺസ്റ്റന്റ് ആണ്. യു ഇസ് ഈക്വൽ ടു ഹാഫ് കെ തീറ്റ 0 സ്ക്വയർ. ഇത് മീൻ പൊസിഷനിൽ എത്തുമ്പോൾ എന്തായിട്ട് മാറും? ഈ സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ദിസ് വിൽ ബി ദി കൈനറ്റിക് എനർജി ഓഫ് ദി സിസ്റ്റം. കൈനറ്റിക് എനർജി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്ന്, രണ്ടിന്റെയും വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഹാഫ് എം വി 1 സ്ക്വയർ പ്ലസ് ഹാഫ് എം വി 2 സ്ക്വയർ എടുക്കാം. അതല്ലെങ്കിൽ രണ്ടും കൂടി അതിന്റെ സെന്റർ ഓഫ് മാസ് വെച്ച് റൊട്ടേറ്റ് ചെയ്യല്ലേ? ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദെയർ സെന്റർ ഓഫ് മാസ് അല്ലെ? ഇങ്ങനെ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി വേണമെങ്കിൽ ക്യാൻ ബി റിട്ടൺ ആസ് കെ ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ അല്ലാതെയും ചെയ്യാട്ടോ. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഐ എന്താ വരിക? ആ സെന്റർ ഓഫ് മാസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സിസ്റ്റം. ഇതൊരു പോയിന്റ് ഒബ്ജക്ട്സ് ആയതുകൊണ്ട് m1 r1 square plus m2 r2 square. That will be m by 2 into 2l by 3 the whole square plus m into l by 3 the whole square. m into l by 3 the whole square. So ചെയ്താൽ എത്രയാണ് വരിക? പെട്ടെന്ന് പറഞ്ഞേ. സോ ഇവിടെ ചെയ്താൽ 2ml square by 9 plus ml square by 9. So this will be ml square by 3. കറക്റ്റ് ആണോ? ml square by 3 ആണോ? This will be ml square by 3. മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. അപ്പൊ നമുക്ക് കൈനറ്റിക് അതിനകത്ത് നിന്ന് ഒമേഗ കിട്ടും. ഒമേഗ കിട്ടിയിട്ട് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറയാം. സോ ഹാഫ് ഫ്രം എനർജി കൺസർവേഷൻ, ഈ ഹാഫ് കെ തീറ്റ സ്ക്വയർ ഇതിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്തായിട്ട് മാറും? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആയിട്ട് മാറും. ആ മീൻ പൊസിഷനിൽ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. So half cancel ചെയ്ത് കളയാം. This will be what? This will be ml square by 3 omega square. ml square by 3 omega square is equal to k theta 0 square. So omega അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ ഒമേഗ കിട്ടിയാൽ മതി. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു
3k theta 0 square 3k theta 0 square divided by ml square. ഇതാണ് ഒമേഗ സ്ക്വയർ കിട്ടും. ഒമേഗ എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയർ റൂട്ട് കിട്ടും. അതിന്റെ സ്ക്വയർ റൂട്ട്. ഇനി ഇതിനകത്ത് നോക്കിയേ, ഈ രണ്ട് ആൾക്കാരും എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുക ചെയ്യും. ഇപ്പൊ രണ്ടും എന്താണ്? ഇപ്പൊ ഞാൻ മോളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇതാ ഈ പോയിന്റിലാണ് ഇതിനെ ഹിഞ്ച് ചെയ്തിട്ടുള്ളത്. മോളിൽ നിന്ന് നോക്കുകയാണ്, മോളിൽ നിന്ന് ടോപ്പ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് 12/3 ഉണ്ട്, ഇത് L/3 ഉണ്ട്. അതായത് നമ്മൾ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാളും ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. മോളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ. ഇയാൾ മൂവ് ചെയ്യുന്ന സർക്കുലർ ആർക്ക് ഇങ്ങനെയും, താഴത്തെ ആൾ മൂവ് ചെയ്യുന്ന സർക്കുലർ ആർക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. മനസ്സിലായോ? രണ്ടുപേരും ഒരു സർക്കുലർ ആർക്കിലാണ് മൂവ് ചെയ്യുന്നത്. അത് ഇവിടെ എത്തുമ്പോഴുള്ള ആംഗുലാർ വെലോസിറ്റി നമുക്കറിയാം. വി നോ ദി ആംഗുലാർ വെലോസിറ്റി ദാറ്റ് വി ഹാവ് ഫൗണ്ട് ഔട്ട്. അപ്പൊ ഇയാളും സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്, അപ്പുറത്തെ ആളും സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. രണ്ടുപേർക്കും എന്ത് പ്രൊവൈഡ് ചെയ്യണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. someone has to provide the centripetal force. Someone has to provide the necessary centripetal force. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് മനസ്സിലായോ? ഇങ്ങനെ ഈ സംഭവങ്ങൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ആംഗുലാർ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ രണ്ടുപേരും ഒരു സർക്കുലർ മോഷനിലാണ്. ഒരാൾ വലിയൊരു റേഡിയസ് ഉള്ള സർക്കിളും മറ്റേ ആൾ ചെറിയൊരു റേഡിയസ് ഉള്ള സർക്കുലർ ആർക്കിലുമാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആരെങ്കിലും സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? Who is providing that centripetal force? Tension. Tension ആണ്, ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കേസിൽ ടുവേർഡ് സെന്റർ ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പറയില്ലാതെ നിവർത്തിയില്ല. ഓക്കെ, സോ പറഞ്ഞേ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ടെൻഷൻ. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഒന്നെങ്കിൽ mv²/r എന്ന് എഴുതാം, അതല്ലെങ്കിൽ mr ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് mr ഒമേഗ സ്ക്വയർ. ഏതെങ്കിലും ഒരു ബോഡി എടുക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു ബോഡി എടുക്കാം. ഈ ഇവിടെയുള്ള m/2 എടുക്കാം, അതല്ലെങ്കിൽ ഇവിടെയുള്ള m എടുക്കാം. m/2 എടുക്കുമ്പോൾ ആ റേഡിയസ് എത്രയാണ്? സർക്കുലർ പാത്തിന്റെ റേഡിയസ് m/2 എടുക്കുമ്പോൾ 12/3 എടുക്കണം, m എടുക്കുമ്പോൾ L/3 എടുക്കണം. അത്രേ ഉള്ള വ്യത്യാസം. ഓക്കെ, സോ ഞാൻ m എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി L/3, m into L/3 omega square has to be equal to tension. So this is m into L/3 into omega square ന്റെ വാല്യൂ ഞാൻ മോളിൽ കണ്ടെത്തിയിട്ടില്ലേ? 3k theta 0 square by ml square. 3k theta 0 square divided by ml square. So 3 cancel ചെയ്ത് കളയാം, ഒരു ml cancel ചെയ്ത് കളയാം. That is k theta square divided by m. K theta square divided by m ആണോ? m അല്ലല്ലോ, l. m cancel ചെയ്ത് പോയി, l ആണ് ബാക്കിയുള്ളത്. K theta squared divided by L എന്ന് വരും. ഓപ്ഷൻ 2 will be the answer. So അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. കറക്റ്റ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമേ പെട്ടെന്ന് കിട്ടുള്ളൂ. ഒരുപാട് കൺസെപ്റ്റ് ഇതിനകത്ത് പറഞ്ഞു. സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. പിന്നെ ഇവിടെ എത്തുമ്പോൾ മീൻ പൊസിഷനിൽ എത്തുമ്പോൾ ആ സ്ട്രിങ്ങിനകത്ത്, അതായത് മോളത്തെ സാധനത്തിന് നമ്മൾ തിരിക്കുമ്പോൾ ആ മോളത്തെ സാധനം ഇങ്ങനെ താഴെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഞെരുങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തിരിയുന്നുണ്ട്. സോ ആ മോളത്തെ അങ്ങനെ തിരിയുമ്പോൾ അതിനകത്ത് ഒരു ടോർഷണൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ടോർഷണൽ പൊട്ടൻഷ്യൽ എനർജി, അതാണ് ½ k theta 0 square. ആ ടോർഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണ് ഇവരുടെ രണ്ടുപേരും കൂടി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അത് വെച്ച് ഞാൻ ഒമേഗ കണ്ടുപിടിച്ചു. ഇനി ഇവർ രണ്ടുപേരും സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. അതിനാവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ ആ റോഡിലുള്ള ടെൻഷൻ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ mr ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ mv²/r ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ടെൻഷൻ കണ്ടുപിടിച്ചത്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. നമ്പർ 4 എന്താണ്? A rod of length 50 cm is pivoted at one end. It is raised such that if it makes an angle of
it makes an angle of 30 degree from the horizontal as shown in figure. If nalla adu it now it makes an angle of 30 degree from the horizontal as shown in figure. The angular speed when it passes through the horizontal is, what is the angular speed when it passes through the horizontal is? Okay, so comparatively relate is easy ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ യൂസിങ് എനർജി കൺസർവേഷൻ ആണ്. എനർജി കൺസർവേഷൻ എങ്ങനെയാണ് എനർജി കൺസർവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു റോഡ് ഉണ്ട്, വി ഹാവ് എ റോഡ് ലൈക്ക് ദിസ്. അതിപ്പോ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ്. അത് കുറച്ച് കഴിഞ്ഞ് എങ്ങനെയാവുമ്പോഴാണ് ഹൊറിസോണ്ടൽ ആവും? ഹൊറിസോണ്ടൽ ആവുക എന്ന് പറഞ്ഞാൽ ഇയാള് ഇങ്ങനെയാവുമ്പോൾ, ഹൊറിസോണ്ടൽ ആവുക എന്ന് പറഞ്ഞാൽ ഇയാള് ഇങ്ങനെയാവുമ്പോൾ വാട്ട് ഈസ് ഹിസ് ആംഗുലാർ വെലോസിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഹിസ് ആംഗുലാർ വെലോസിറ്റി? ഇതാണ് ക്വസ്റ്റ്യൻ. റിലേറ്റീവ്ലി സിമ്പിൾ ആണ്, അധികം കൺസെപ്റ്റ് ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യാനില്ല. ഇത് ഇങ്ങനെ ഒരു സർക്കുലർ ആർക്കിൽ ഇങ്ങനെ വീഴും. ഓക്കെ, സോ ദിസ് തിങ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് ആക്സിസ്. ഇതൊരു റോഡാണ്. ദിസ് തിങ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് ആക്സിസ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുമ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഒരു സർട്ടൻ ഹൈറ്റിലാണ്. സെന്റർ ഓഫ് മാസ് ഈസ് സർട്ടൻ ഹൈറ്റ്. സെന്റർ ഓഫ് മാസ് ഈസ് അറ്റ് എ സർട്ടൻ ഹൈറ്റ്. അപ്പോ അത്രയും പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യലി ഉണ്ട്. അത് ഹൊറിസോണ്ടൽ ആകുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി മൊത്തം എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. becomes the kinetic energy. So initially ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജി mgh becomes the kinetic energy. ഇത് എന്ത് ചെയ്യാണ്? ഈ പോയിന്റ് വെച്ച്, ഇത് O ആണെന്നുണ്ടെങ്കിൽ n പോയിന്റ് വെച്ച് എന്ത് ചെയ്യണം? അത് റൊട്ടേറ്റ് ചെയ്യണം. സോ IO omega square, half I omega square, where IO is the moment of inertia about the n point. n പോയിന്റ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഏത് പോയിന്റ് വെച്ചാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, പ്യൂർ റൊട്ടേഷനിലാണ് ബോഡി എന്നുണ്ടെങ്കിൽ ഏത് പോയിന്റ് വെച്ചിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ചെയ്താൽ മതി. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ് ഈ കേസിൽ? IO is equal to ഈ പോയിന്റ് വെച്ചിട്ടുള്ള ml²/12 ആണോ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ICM പ്ലസ് m ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് ചെയ്യണം. സെന്റർ ഓഫ് മാസിലൂടെ അല്ല O. O is not through the center of mass. So center of mass വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എല്ലാവർക്കും അറിയാം ml²/12 ആണ്. പ്ലസ് ഇറ്റ് വിൽ ബി m ഇൻറ്റു L ബൈ ആ ഡിസ്റ്റൻസ് എന്ത് വരും? L/2. m ഇൻറ്റു L/2 ദി ഹോൾ സ്ക്വയർ എന്നാ വരും. സോ ചെയ്ത് വന്നാൽ ml²/3. ഈ വാല്യൂ അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി അറിയുന്ന സംഭവമാണ്. പക്ഷെ ഇവിടെ ഉള്ളത് h ആണ്. ദാറ്റ് ഈസ് h. ആ h ഇൻ ടേംസ് ഓഫ് L/2 ചെയ്യണം അല്ലെ, ഇൻ ടേംസ് ഓഫ് L ചെയ്യണം. സോ ഈ ഡിസ്റ്റൻസ് L/2 ആണെന്ന് അറിയാം. ഞാൻ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ എങ്ങോട്ടുള്ള ഹൈറ്റ് ആണ് എടുക്കേണ്ടത്? സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. സോ h is equal to L/2 sin 30 ഡിഗ്രി എന്ന് കിട്ടും, ഓർ L/4 എന്ന് കിട്ടും. h is equal to L/4 ആണ്. പറഞ്ഞു മനസ്സിലായോ? ആ സ്മോൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പൊ സെന്റർ ഓഫ് മാസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് L/4 ഹൈറ്റിലേ ഉള്ളൂ. സോ ദിസ് ഈസ് mg L/4 is equal to half ml²/3, half ml²/3 omega square. നമ്മളോട് ചോദിച്ച ഒമേഗയാണ് ചോദിച്ചത്. സോ ആരൊക്കെ കട്ട് ചെയ്യാം? ഒരു എല്ലിനെ കട്ട് ചെയ്യാം, ഒരു ഇത് പോയാൽ 2 വരും. എമ്മിനെ കട്ട് ചെയ്യാം, ഒരു എല്ല് ബാക്കി ഉണ്ടാവും. സോ ഒമേഗ is equal to square root of 3g/2l ആണോ? ഒമേഗ is equal to root of 3g/2l. സോ 3 ഇൻറ്റു g എന്ന് പറയുന്ന 10 ആണ്, 2 ഇൻറ്റു ലെങ്ത് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. 2 ഇൻറ്റു 0.5, ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്. അങ്ങനെ തന്നെ അല്ലേ? ഇറ്റ് വിൽ ബി √30 radian/second. √30. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എനർജി കൺസർവേഷൻ, ആംഗുലർ വെലോസിറ്റി ചോദിച്ചാൽ എനർജി കൺസർവേഷൻ. ഓക്കെ, വളരെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഓക്കെ, സിമ്പിൾ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. Fifth question. To mop clean a floor, cleaning machine possesses a circular mop of radius r vertically down with a total force of F
and rotates with a constant angular speed about its axis. If the force is uniformly distributed over the mop, and if the coefficient of friction between the mop and the floor is mu, the torque applied by the machine on the mop is. What is the torque applied by the machine on the mop? അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതിനകത്ത് ഒരു മോപ്പിന് ഫ്ലോറ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്വം ക്ലീനറിനൊക്കെ എന്തുണ്ടാവും, ഒരു സർക്കുലർ ഇങ്ങനെ സംഭവം ഇങ്ങനെ താഴെ റൊട്ടേറ്റ് ചെയ്യാണല്ലോ ചെയ്യാം അല്ലേ. അതേപോലുള്ള ഒരു സാധനം നമ്മൾ മുകളിൽ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഈ സാധനം ഇങ്ങനെ റൊട്ടേറ്റും ചെയ്യുന്നുണ്ടാവും. ഒമേഗ എന്തെങ്കിലും ഒരു ആംഗുലർ വെലോസിറ്റിയിൽ താഴെ സാധനം നമ്മൾ അതിനെ പ്രസ് ചെയ്ത് നിർത്തുന്നുണ്ട്. മുകളിൽ നിന്ന് ഒരു എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ താഴെ ഇതിങ്ങനെ താഴെ ഗ്രൗണ്ടിൽ ഇങ്ങനെ സ്ലിപ്പ് ചെയ്യല്ലേ, സർക്കുലർ മോഷനിൽ താഴെ ഇങ്ങനെ ഗ്രൗണ്ട് മൂവ് ചെയ്യുന്നില്ല, ഈ സാധനം ഇങ്ങനെ വരുതാണ് താഴെ. അവിടെ സ്ലിപ്പിംഗ് ഉണ്ട്, അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ കാരണം ഇവിടെ എന്ത് ടോർക്ക് ഉണ്ടാവുന്നു, ആ ടോർക്കിനെ ആര് ബാലൻസ് ചെയ്യണം? ഈ മോപ്പിന്റെ മെഷീൻ കൊടുക്കുന്ന ഫോഴ്സ് അതിനെ ബാലൻസ് ചെയ്താലേ ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിർത്താൻ പറ്റുള്ളൂ. സോ ഫ്രിക്ഷൻ കൊടുക്കുന്ന ടോർക്ക് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഫ്രിക്ഷൻ കൊടുക്കുന്ന ടോർക്ക് എന്താണ്? അപ്പോ ഫ്രിക്ഷൻ കൊടുക്കുന്ന ടോർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിനകത്ത് നോക്കാം. ഇതിന്റെ ടോപ്പ് വ്യൂ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ എഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ പ്രഷർ യൂണിഫോം ആണ്. പ്രഷർ ഈസ് ഗിവൺ ബൈ പി ബൈ പൈ ആർ സ്ക്വയർ നേട്ടം. ടോർക്ക് ബാലൻസ് ആയാൽ തിരിയോ എന്നാണോ ചോദിച്ചത്? പക്ഷെ ആദ്യം നമ്മൾ കൂടുതൽ ടോർക്ക് കൊടുക്കണം. ആദ്യം ഒരു ആംഗുലാർ വെലോസിറ്റി കിട്ടാൻ മെഷീൻ കൊടുക്കുന്ന ടോർക്ക് കൂടുതലായിരിക്കണം. എന്നിട്ട് ഒരു ആംഗുലാർ വെലോസിറ്റി എത്തിയതിന്റെ ശേഷം, ഒരു പെർട്ടിക്കുലർ സ്പീഡ് എത്തിയതിനു ശേഷം അതിനൊരു കോൺസ്റ്റന്റ് സ്പീഡിൽ തന്നെ കറക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? കൊടുക്കുന്ന ടോർക്ക് ഫ്രിക്ഷൻ കൊടുക്കുന്ന ടോർക്കിനെ ബാലൻസ് ചെയ്ത് കളയണം. ഓക്കെ, സോ ഈ ഡൗട്ട് ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ്ലി ചോദിക്കണ്ട, മൊത്തത്തിൽ ചോദിച്ചോട്ടോ. എന്നാ പിന്നെ ഞാൻ നിങ്ങളോടാണ് റിപ്ലൈ ചെയ്യുന്നതെന്ന് അവരറിയില്ല, ഞാനിപ്പോ ആരോടാണ് പറയുന്നതെന്നൊരു സംശയം ഉണ്ടാവും. ഓക്കെ, ആൻസർ പറയുമ്പോൾ പ്രൈവറ്റ്ലി വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ചോദിച്ചു. സോ പ്രഷർ എന്നുണ്ടാവും പി ബൈ 4πr സ്ക്വയർ എന്ന് പറയുന്ന സംഭവം, പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന സംഭവമായിരിക്കും. അപ്പോൾ എല്ലായിടത്തും കിട്ടുന്ന ഫോഴ്സ് ഒരേപോലെ ആയിരിക്കും? ഇല്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർത്തോടുള്ള ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും. സെന്ററിൽ നിന്ന് ഓരോരുത്തർത്തോടുള്ള ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഓരോ സ്ഥലത്തും കിട്ടുന്ന ഫോഴ്സും ഡിഫറെന്റ് ആയിരിക്കും, കാരണം ഓരോ സ്ഥലത്തുള്ള ഏരിയ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്മോൾ സെഗ്മെന്റ് എടുക്കണം. ഐ ടേക്ക് എ വെരി സ്മോൾ സെഗ്മെന്റ്, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. സോ അതിന്റെ തിക്നെസ് എത്രയാണ്? അതിന്റെ തിക്നെസ് ഞാൻ dr എന്ന് പറഞ്ഞു. അപ്പൊ ആ സെക്ഷനിൽ കിട്ടുന്ന ഫോഴ്സ് എത്രയാണ്? വാട്ട് ഇസ് ദി ഫോഴ്സ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ? അവിടെ കിട്ടുന്ന ഫോഴ്സ് df എന്ന് പറയുന്ന ഫോഴ്സ് പ്രഷർ ഇൻറ്റു ആ സ്മോൾ സെഗ്മെന്റിന്റെ ഏരിയ pda. What is the area of that small segment? P into 2πr dr. ഞാൻ മുമ്പ് ഏതൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, 2πr dr എന്ന് എടുത്താൽ മതി. അതിനെ നിവർത്തി വെച്ചാൽ മതി. അതിനെ നിവർത്തി വെച്ചാൽ എന്ത് കിട്ടും? 2πr ലെങ്ത് ഉള്ള dr തിക്നെസ് ഉള്ള ഒരു സംഭവം കിട്ടും. സോ ഇറ്റ് വിൽ ബി P into 2πr dr. പ്രഷർ F by pi r സ്ക്വയർ ആണ്. നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി F by pi r സ്ക്വയർ into 2π. എന്തുകൊണ്ടാണ് F by pi r സ്ക്വയർ? യൂണിഫോം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പൈ ക്യാൻസൽ ചെയ്ത് കളയാം. F by r സ്ക്വയർ into 2r dr എന്ന് കിട്ടും. ദിസ് ഈസ് ദി സ്മോൾ ഫോഴ്സ് df. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന, മുകളിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന നോർമൽ ഫോഴ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? ആ പോർഷനിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് വരും? ആ പോർഷനിൽ മാത്രം ആക്ട് ചെയ്യും, ആ കറങ്ങുന്ന പോർഷനിൽ മാത്രം ടാൻജൻഷ്യലി കിട്ടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് വരും? മ്യൂ ഇൻറ്റു അവിടെ കിട്ടുന്ന ഫോഴ്സ് df ചെയ്താണ്. മനസ്സിലായോ? ടാൻജൻഷ്യൽ ആയിട്ടാണ് ഇവിടെ സ്ലിപ്പിംഗ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടാൻജൻഷ്യൽ ആയിട്ടാണ് വെലോസിറ്റി ഉണ്ടാവുക. ഓരോ ഇതിലും ഇങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരിക. ഇറ്റ് വിൽ ബി df mu into df
So that is mu F by R square, frictional force 2R dr. ഇതാണ് എന്തെന്ന് പറയുന്നത്, ആ സ്മോൾ സെക്ഷനിൽ കിട്ടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. ആദ്യം എഫ് കണ്ടുപിടിച്ചു, മ്യൂ ഇൻറ്റു ആ സ്മോൾ സെഗ്മെന്റിൽ കിട്ടുന്ന ഫോഴ്സ് ചെയ്താൽ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടും. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമുള്ള ടോർക്ക് ഡ്യൂ ടു ഫ്രിക്ഷൻ, ടി ടോ എന്ന് പറയുന്നത് ആർ ഇൻറ്റു ടി എഫ് ആണ്. ഏതാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? ഡി എഫ് ടാൻജൻഷ്യലി ആണ് ആക്ട് ചെയ്യുന്നത്, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ mu f by r square. 2 ഓൾറെഡി ഉണ്ട്, ഒരു r ഓൾറെഡി ഉണ്ട്, 2r square dr. 2r square dr. ഇതാണ് സ്മോൾ ടോർക്ക് എന്ന് പറയുന്നത്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to r, ഈ സംഭവത്തിന് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, mu f by r square into 2r square dr. എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക? ആർ സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ ആർ ക്യൂബ് ബൈ 3 എന്ന് വരും. 2 ഓൾറെഡി ഉണ്ട്, സോ ലിമിറ്റ് കൊടുത്താൽ ആർ ക്യൂബ് ബൈ 3 എന്ന് വരും. 2 ഓൾറെഡി ഉണ്ട്, സോ ഇറ്റ് വിൽ ബി മ്യൂ എഫ് ആർ ബൈ 3, പിന്നെ ഒരു 2 ഓൾറെഡി ഉണ്ടായിരുന്നു, 2 by 3 മ്യൂ എഫ് ആർ. ഓക്കെ, ടോർക്ക് ഇസ് ഈക്വൽ ടു 2 by 3 മ്യൂ എഫ് ആർ. റൊട്ടേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല കൺസെപ്ച്വലി സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല, കാരണം അതിന്റെ അത്യാവശ്യം എല്ലാം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. എ ഹോമോജനസ് സോളിഡ് cylindrical roller of radius r and mass m is pulled on a cricket pitch by a horizontal force. Assuming rolling without slipping, the angular acceleration of the cylinder is. A homogeneous solid cylindrical roller of radius r and mass m is pulled on a cricket pitch by a horizontal force. Assuming rolling without slipping, angular acceleration of the cylinder is. അപ്പോൾ ഇത് എവിടെയാണ് ഫോഴ്സ് അപ്ലൈ എന്ന് ശരിക്കും പറഞ്ഞിട്ടില്ല. എവിടെയാണെന്ന് പറയാത്തതുകൊണ്ട് ഒരു റോളർ ഉണ്ട് സിലിണ്ടറിക്കൽ, അതിന്റെ സെൻട്രലിൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോലെ ടേക്കിംഗ് ഫോഴ്സസ് അപ്ലൈഡ് ഓൺ ദി സെന്റർ. അപ്പൊ ഇവിടെ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ആണ്, സ്ലിപ്പിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ദർ ഇസ് നോ സ്ലിപ്പിംഗ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് എന്താണ് ഇത് വരാന്ന് ചോദിച്ചത്. അപ്പൊ ഇവിടെ സ്ലിപ്പിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് വരണം? v ഈക്വൽ ടു ആർ ഒമേഗ ആവണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ആൽഫ വരണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ആൽഫ എന്ന് വരണം അല്ലേ? ഇവിടെ ആൽഫ പ്രൊവൈഡ് ചെയ്യണം, ആംഗുലാർ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യണം. ആംഗുലാർ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ടോർക്ക് വേണം. ആൽഫ ഈസ് ഈക്വൽ ടു ടോർക്ക് ബൈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. So someone has to provide the necessary torque. ഇവിടെ എഫിന് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ എഫ് പ്രൊവൈഡ് ദി ടോർക്ക് അബൌട്ട് സെന്റർ ഓഫ് മാസ്? സെന്റർ ഓഫ് മാസ് വെച്ചല്ലേ ഈ സംഭവം റൊട്ടേറ്റ് ചെയ്യണേ, ആൽഫ എന്ന് പറയുന്നതില്, എ എന്ന് പറയുന്ന ആക്സിലറേഷനിൽ. ക്യാൻ എഫ് പ്രൊവൈഡ് എനി ടോർക്ക്? എഫിന് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എഫിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എഫ് ഈസ് പാസിംഗ് ത്രൂ സി, സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആണ്. ഓൺലി ദെൻ ഫ്രിക്ഷൻ ഈസ് നീഡഡ് ഹിയർ. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു സാധനം നമ്മൾ ഉരുണ്ട് പോവാണ്, നമ്മൾ നടുവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഉരുണ്ട് പോവാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ എങ്ങോട്ടാണ്? ബാക്കിലോട്ടാണ്. നമ്മൾ സൈക്കിൾ ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഫ്രിക്ഷൻ എങ്ങോട്ടാ? ബാക്കിലോട്ടാ ഫ്രണ്ടിലോട്ടാ? അത് പിന്നെ പറയാം, അത് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പിന്നെ പറയാം. ഓക്കെ, സോ ഈ കേസിൽ എഫ് ഇങ്ങനെയാണ്, ഫ്രിക്ഷൻ ബാക്കിലോട്ടാണ്. ഓക്കെ, സോ ഫ്രിക്ഷൻ ആണ് ഇവിടെ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആക്സിലറേഷന്റെ ഇക്വേഷൻ പറഞ്ഞു. വാട്ട് ഈസ് ആക്സിലറേഷൻ? ഇങ്ങനത്തെ കേസിലൊക്കെ ചെയ്യാൻ ഒരേ മെത്തേഡേ ഉള്ളൂ. ആക്സിലറേഷൻ ഈസ് ഗിവൺ ബൈ നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ്. വാട്ട് ഈസ് നെറ്റ് ഫോഴ്സ്? എഫ് മൈനസ് എഫ് ബൈ എം. ഇതല്ലേ നെറ്റ് ഫോഴ്സ്? ദിസ് ഈസ് ആക്സിലറേഷൻ. നൗ വാട്ട് ഈസ് ടോർക്ക്? ടോർക്ക് എഫ് ഇൻറ്റു ആർ. ഫ്രിക്ഷൻ മാത്രമേ ടോർക്ക് പ്രൊവൈഡ് ചെയ്യൂ. So alpha is equal to torque by moment of inertia, that is
എഫ് ആർ ബൈ ഐ എന്ന് കിട്ടും. ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ആർ ബൈ ഐ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എ ഈക്വൽ ടു ആർ ആൽഫ എന്ന് എഴുതണം. എ ഇസ് ഈക്വൽ ടു ആർ ആൽഫ. അപ്പൊ ഇതിനകത്ത് എഫ് ആർ സ്ക്വയർ ഇതിനകത്ത് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന എഫ് ബൈ എം എഫ് മൈനസ് എഫ് ബൈ എം ഇസ് ഈക്വൽ ടു എഫ് ആർ ബൈ എഫ് ആർ ഇൻറ്റു ആർ എന്ന് വരും. ആർ ആൽഫയാണ് ബൈ ഐ എന്ന് വരും. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്താൽ ഫ്രിക്ഷന്റെ വാല്യൂ നമുക്ക് വരാൻ പോകുന്നത് ക്യാപിറ്റൽ എഫ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എം ആർ സ്ക്വയർ ബൈ ഐ എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി. ആക്സിലറേഷന്റെ വാല്യൂ വരാൻ പോകുന്നത് എഫ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ബൈ എം ആർ സ്ക്വയർ ആണ്. 1 പ്ലസ് ഐ ബൈ എം ആർ സ്ക്വയർ. ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സെൻട്രലിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കേസ്. ഐ ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതാറുണ്ട്? എം കെ സ്ക്വയർ എന്ന് എഴുതാറുണ്ട്. വേർ കെ ഇസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ സ്ക്വയർ ബൈ കെ സ്ക്വയറും എ ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറും എഴുതാൻ പറ്റും. കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അത് ഇതിന്റെ ആക്സിലറേഷൻ പറഞ്ഞു. ഇതിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ ഇനി ഇപ്പൊ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോളിഡ് സ്ഫിയർ ആണ്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഹാഫ് എം ആർ സ്ക്വയർ ആണ്. ഇതൊക്കെ നമുക്കറിയാം. ഹാഫ് എം ആർ സ്ക്വയർ ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമുക്ക് ആക്സിലറേഷൻ എല്ലാം ആൽഫയാണ്. ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് എ ബൈ ആർ ചെയ്താലും ആൽഫ കിട്ടും. ദാറ്റ് ഈസ് അപ് ടു us. ഈ സെയിം സംഭവം തന്നെയാണ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ അതിന് ഇങ്ങനെ കിട്ടുന്ന ഫോഴ്സ് എം ജി സൈൻ തീറ്റ ഉണ്ടാവും. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണെന്ന് വെച്ചാൽ എം ജി സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ സ്ക്വയർ ബൈ കെ സ്ക്വയർ. ആക്സിലറേഷൻ എത്രയാണെന്ന് വെച്ചാൽ എം ജി ഇവിടെ ഒരു എമ്മും കൂടി ഉണ്ട് കേട്ടോ. ആക്സിലറേഷന്റെ കേസിൽ എഫ് ബൈ എം എന്ന് കൂടി വരും. എഫ് ബൈ എം എന്ന് കൂടി വരും. ആക്സിലറേഷൻ എത്രയാണെന്ന് വെച്ചാൽ ജി സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഒക്കെ പഠിച്ചിട്ടില്ലേ? അത് ഇതേപോലെ തന്നെയാണ് ഡിറൈവ് ചെയ്യുന്നത്. സോ എഫ് ഇസ് ഈക്വൽ ടു, സോ ആക്സിലറേഷൻ നമുക്കറിയാം. ആക്സിലറേഷൻ ഈ കേസിൽ എഫ് ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 1 പ്ലസ് സോളിഡ് സ്ഫിയർ ആയതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ എം ആർ സ്ക്വയർ ബൈ 2. സോ കെ സ്ക്വയർ എം ക്യാൻസൽ ചെയ്ത് പോയാൽ ആർ സ്ക്വയർ ബൈ 2 ആർ സ്ക്വയർ. സോ ഇറ്റ് വിൽ ബി 1 ബൈ 2. സോ 2f ബൈ 3m ആണ് എന്ത് എന്ന് പറയുന്നത്? ആക്സിലറേഷൻ. 2f by 3m ആണ് acceleration. Alpha is equal to a by r. That is implies 2f by 3mr. Alpha is equal to 2f by 3mr. Okay, this will be the case of the rolling motion. The rolling in the case ആണ് പറഞ്ഞത്. ഇനി അടുത്ത question. A rigid massless rod of mass 3L has two masses attached at each end as shown in the figure. The rod is pivoted at point P on the horizontal axis. When released from the initial position, its instantaneous angular acceleration. Its instantaneous angular acceleration. So angular acceleration ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും സ്ഥിരമായിട്ട് വരാറുണ്ട്. ആംഗുലാർ ആക്സിലറേഷൻ ടോ ഇസ് ഈക്വൽ ടു ആൽഫ ഇസ് ഈക്വൽ ടു ടോർക്ക് ബൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ടോർക്ക് ബൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പൊ ഇവിടുത്തെ ടോർക്ക് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ടോർക്ക് കണ്ടുപിടിച്ചാൽ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റോഡ് ഉണ്ട്. ഇവിടെ ദിസ് ഈസ് എൽ, ദിസ് ഈസ് 2L. ഇവിടുത്തെ മാസ് 2m0, ഇവിടുത്തെ മാസ് 5m0. അപ്പൊ ഇവിടെ കിട്ടുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദി ഫോഴ്സസ് ഹിയർ? ഇവിടെ ഇങ്ങോട്ട് 2mg ഉണ്ടാവും, ഇവിടെ ഇങ്ങോട്ട് 5mg ഉണ്ടാവും. 5mg ഉണ്ടാവും. ഏത് വെച്ചാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്? പി എന്ന് പറയുന്ന ഈ പോയിന്റ് വെച്ചിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്ത്? തൽക്കാലം ഞാൻ ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എങ്ങോട്ട്? ചിലപ്പോൾ അപ്പുറത്തോട്ടായിരിക്കാം. ദാറ്റ് വി ഡോണ്ട് നോ. ചിലപ്പോൾ അപ്പുറത്തോട്ട് തന്നെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അപ്പുറത്തോട്ട് ഇങ്ങോട്ട് തന്നെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ ചാൻസ്. സോ ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ടെൽ മീ ദി ടോർക്ക്. ടോർക്ക് എത്രയാണ്? അപ്പുറത്ത് 5mg ഉണ്ട് അല്ലെ? 5mg എന്ന് പറയുന്ന സംഭവം അപ്പുറത്തുണ്ട്. സോ അതുണ്ടാക്കുന്ന ടോർക്ക് 5mg ഇൻറ്റു L ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L ആണ്. 5mg ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L എന്ന് വരും. അതുണ്ടാക്കുന്ന ടോർക്കിന്റെ ഡയറക്ഷൻ എങ്ങനെയാ?
അത് ആന്റി ക്ലോക്ക് വൈസിലല്ല ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ നോക്കുക. അതായത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഈ സൈഡിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഒരു ഡയറക്ഷനിലാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ നോക്കുന്നത്. അപ്പൊ തൽക്കാലം ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഉണ്ടാക്കുന്ന 2m അതിനെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യിക്കാൻ നോക്കുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക. സോ അതുണ്ടാക്കുന്ന ടോർക്ക് 2mg, ഫോഴ്സ് 2mg ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ? 2l. എന്തുകൊണ്ടാണ് മൈനസ് ചെയ്തത്? Why did I subtract? ബിക്കോസ് ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും മറ്റേത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. സോ ഇത് ചെയ്തു വന്നാൽ ഫൈനലി mgl, ടോർക്ക് എന്ന് പറയുന്നത് mgl ആണ്. ടോർക്ക് എന്ന് പറയുന്നത് mgl ആണ്. Now moment of inertia of the system. ഇത് റോഡൊന്നുമല്ല, ആ റോഡിന് മാസ് ഇല്ല, റിജിഡ് മാസ്ലെസ് റോഡാണ്. അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കണ്ട, ആ എൻഡിലുള്ള പോയിന്റ് ഒബ്ജക്ട്സ് മാത്രമാണ്. ആ എൻഡിലുള്ള പോയിന്റ് ഒബ്ജക്ട്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാത്രം എടുത്താൽ മതി. എൻഡിലുള്ള പോയിന്റ് ഒബ്ജക്ട്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാത്രം എടുത്താൽ മതി. പോയിന്റ് ഒബ്ജക്ട്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ്, മാസ് ഇൻറ്റു ദി ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ചെയ്താൽ മതി. അല്ല, മാസ് ഇൻറ്റു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്, അതാണ് വരിക. സോ ദാറ്റ് വിൽ ബി 5m ൻ്റെത് പറയുന്നത് 5m ഇൻറ്റു അതിന്റെ മാസം അതാണ്, ഇൻറ്റു അതിന്റെ ഡിസ്റ്റൻസ് l² ആണ്. കാരണം അത് പോയിന്റ് ഒബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അല്ലാതെ റോഡാണെങ്കിൽ വേറെ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടു, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറോ പാരലൽ ആക്സിസ് തിയറോ ഒക്കെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. 2m ഇൻറ്റു അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 2lb ഹോൾ സ്ക്വയർ ആണ്. സോ ഹൗ മച്ച് ഈസ് ഇറ്റ്? 5ml² പ്ലസ് 8ml². 5ml² പ്ലസ് 8ml², 13ml². 13ml². സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി 13ml². ആൽഫ എന്താണ്? ടോ ബൈ ഐ. ആൽഫ ഈസ് ടോ ബൈ ഐ. സോ ദാറ്റ് ഈസ് mgl ഡിവൈഡഡ് ബൈ 13ml². സോ ദാറ്റ് ഈസ് g ബൈ 13l. ഓപ്ഷൻ എ. ഓപ്ഷൻ എ വരും. ഓപ്ഷൻ എ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടു ഐഡന്റിക്കൽ spherical balls of mass m and radius r, each are stuck on the two ends of a rod of length 2r and mass m. See figure. The moment of inertia of the system about the axis passing perpendicular to through the center of the rod is. Okay, രണ്ട് സൈഡിലും മാസ് m ഉള്ള രണ്ട് റോഡ് ഉണ്ട്. What is the moment of inertia of the system about the center of the rod? Okay, അപ്പൊ റോഡിന് മാസ് ഉണ്ടോ? റോഡിന് മാസ് ഉണ്ട്, m ആണ്. സ്ഫിയറിനും മാസ് ഉണ്ട്. അപ്പോൾ സിസ്റ്റത്തിന്റെ മൊത്തം മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ ഇല്ലാത്തവർ വേണമെങ്കിൽ ഇതിനകത്ത് നോക്കി. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കാണിച്ചില്ല അല്ലെ, സോറി. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ എല്ലാവരുടെ കയ്യിലും PDF ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇതിന്റെ മാസ്, ദി മാസ് ഓഫ് ദിസ് തിങ് ഈസ് m. ഇതിന്റെ മാസ് m ആണ്, ഇതിന്റെ മാസും m ആണ്, ഈ റോഡിന്റെ മാസും m ആണ്. റോഡിന്റെ ലെങ്ത് 2r ആണ്. റോഡിന്റെ ലെങ്ത് 2r ആണ്. സെന്റർ വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ചെയ്യാം. സോ വി ഹാവ് 2 spheres and we have 1 rod. അതിന്റെ ഇത് വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഈ ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ മതി അല്ലെ? മൂന്നും കൂടി ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? 2 സ്ഫിയറും 2 spheres പ്ലസ് 1 റോഡ് ആണുള്ളത്. അപ്പൊ ഇത് റോഡിന്റെ സെന്ററിലൂടെ തന്നെ പാസ് ചെയ്ത് പോകുന്ന ആക്സിസ് ആണ്. റോഡിന്റെ ലെങ്ത് 2r ആണ്. റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ റോഡ്, the moment of inertia of the rod, the moment of inertia of the rod is ml² by 12. അതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്ത് പോകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ ml² by 12 ആണ്. That is m into 2r the whole square by 12, that is mr² by 3. mr² by 3 എന്ന് വരും. ഇനി ഒരു സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് മാത്രം പോരാ, എന്തും കൂടി വേണം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യും. പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യും. അപ്ലൈ ദി പാരലൽ ആക്സിസ് തിയറം. സോ ഐ സ്ഫിയർ, ഒരു സ്ഫിയറിന് മാത്രമാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്.
That is ICM plus mass into distance square. What is the distance d? D is the distance to the axis from the center of mass. Center of mass എന്നുള്ള distance ആണ്. So ഇതിന്റെ total length 2r ആയിരുന്നു. So ഇത്രയും length r എന്ന് വരും. പിന്നെ ഇതിന്റെ സെന്ററിലോട്ട് അവിടുന്ന് ആ സ്ഫിയറിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് വരെയാണ് r. പിന്നെ ആ ടച്ച് ചെയ്യുന്ന സർക്കംഫറൻസ് ഉള്ളിലോട്ട് ഒരു r കൂടി ഉണ്ട്. So സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയാം 2/5 mr square ആണ് പ്ലസ് മാസ് ഇൻറ്റു 2r the whole square. എന്തുകൊണ്ടാണ് 2r വന്നത് മനസ്സിലായില്ലേ? ടോട്ടൽ റോഡിന്റെ ലെങ്ത് 2r ഉണ്ട്, പക്ഷെ അതിന്റെ പകുതിയിൽ നിന്നാണ് ഉള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. സോ ദാറ്റ് വിൽ ബി r, പിന്നെ സ്ഫിയറിന്റെ റേഡിയസ് r കൂടി 2r the whole square. So 2/5 r square, 2/5 mr square plus m into 2r the whole square. So what will be this? 22 ആണോ? 22 mr square by 5 എന്ന് വരുന്നതാണ് എന്റെ പെട്ടെന്നുള്ള കാൽക്കുലേഷൻ കിട്ടിയത്. അപ്പൊ ഇങ്ങനത്തെ രണ്ട് സ്ഫിയർ ഉണ്ട്. അപ്പുറത്തെ സ്ഫിയറിന് ചെയ്താലും ഇതേപോലെ തന്നെയാണ് വരും. രണ്ട് സ്ഫിയറിനുണ്ട്. ഓക്കെ. സോ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി റോഡ് പ്ലസ് 2 ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സ്ഫിയർ. കാരണം രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്. അതിൻ്റെയും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് വിൽ ബി mr square by 3 plus 2 into 22/5 mr square. 2 into 22/5 mr square. So this will be ഇവിടെ 44 ഉണ്ട്. കോമൺ എടുത്താൽ താഴെ 15. 44 പ്ലസ് 44 into 3 132 ആണോ? 132 plus 5 137 mr square. This will be the answer. Okay, 137/15 mr square will be the answer. That is question number 8. ഇതാണ് question number 8 ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനും സിമിലർ ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യനും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ മിക്കവാറും നമ്മൾ അവസാനം ചെയ്യേണ്ടി വരും. പക്ഷെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ചാപ്റ്റർ പഠിച്ചിട്ടുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇപ്പോഴത്തെ JEE Main ഒക്കെ അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനൊക്കെ അത്യാവശ്യം 2-3 മിനിറ്റുകളൊക്കെ കിട്ടും. ഓക്കെ, കാരണം 25 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ഉള്ളൂ. 25 ക്വസ്റ്റ്യൻസും 3 hours ഉണ്ട്. അത്യാവശ്യം സമയമൊക്കെ കിട്ടും. 3 മിനിറ്റ് 4 മിനിറ്റ് വരെയൊക്കെ പോയാലും ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ ഉള്ള ഇനോർഗാനിക് എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എ ക്വസ്റ്റ്യൻ ഓൺ ആൻ ആവറേജ് 3 to 4 minutes ഒക്കെ കിട്ടും. അപ്പോൾ അറിയാന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, എ slab is subjected to two forces F1 and F2 of same magnitudes F as shown in the figure. F2 is in XY plane. Figure കാണിക്കുന്നില്ല. F2 is in XY plane while F1 is along Z axis at the point 2 I cap, 3 J cap. 2 I cap, 3 J cap. The moment of these forces about the point O is. Okay. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലേ? ടോർക്കിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ ടോർക്ക്? ടോർക്ക് ഇസ് ഈക്വൽ ടു R cross F1. ടോർക്ക് ഇസ് ഈക്വൽ ടു R cross F. ഇപ്പൊ രണ്ട് ഫോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ R1 cross F1 പ്ലസ് R2 cross F2 എന്ന് ചെയ്യേണ്ടി വരും. R1 cross F1 പ്ലസ് R2 cross F2 എന്ന് ചെയ്യേണ്ടി വരും. ഓക്കെ, രണ്ട് ഫോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് F1 എന്ന് പറയുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? Z ഡയറക്ഷനിലാണ്. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? 2 I cap plus 3 J cap എന്ന് പറയുന്ന പോയിന്റിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ എഫ് അതിന്റെ വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ F into K cap എന്ന് വരും. F into K cap. മാഗ്നിറ്റ്യൂഡ് F, യൂണിറ്റ് വെക്ടർ ഈസ് along Z ഡയറക്ഷൻ. F into K cap എന്ന് വരും. ഓക്കെ, അതിന്റെ റേഡിയസ് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള പൊസിഷൻ വെക്ടർ ഫ്രം O is 2 I cap plus 3 J cap.
2i cap plus 3j cap. Okay. ഇനി അടുത്തത് f2. f2 എന്ന് പറയുന്ന വെക്ടർ എങ്ങനെയാണുള്ളത്? നമ്മൾ xy പ്ലെയിൻ ഇതിനകത്ത് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇത് x, ഇത് y. അപ്പൊ f2 എന്ന് പറയുന്നത് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. ആ പോയിന്റ് എത്രയാണ്? പോയിന്റ് ഇത് y ആക്സിലുള്ള പോയിന്റ് ആണ്. സോ ആക്ട് ചെയ്യുന്ന r2 എന്ന് പറയുന്ന വെക്ടർ 4j cap ആയിരിക്കും. ഫിഗർ നോക്കിയാൽ മതി. 4 അല്ലല്ലോ, 6j cap ആയിരിക്കും. 6j cap ആയിരിക്കും. കാരണം ആ സൈഡ് 6 ആണ്. സോ ഇവിടെയാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ ദിസ് ഈസ് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ആൾസോ 6j cap എന്ന് വരും. ഓക്കെ. ഇനി ഈ ആംഗിൾ 30 ഡിഗ്രി ആണ്. ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. സോ f2 ഇതാണ് y ആക്സിസ് എന്നുണ്ടെങ്കിൽ, z ആക്സിസ് പുറത്തോട്ടാണെന്നുണ്ടെങ്കിൽ, ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ളത് എഫിന്റെ എഫ് കോസ് 30 ഡിഗ്രി ഈ ഡയറക്ഷനിൽ ഉണ്ടാവും. എഫ് സൈൻ 30 ഡിഗ്രി ഈ ഉള്ളിലോട്ട് പുറത്തോട്ട്, നെഗറ്റീവ് z, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, അതായത് എക്സും വൈയും നമ്മൾ ഇങ്ങനെ കുത്തനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഫോഴ്സ് ഉള്ളത്. നമ്മളിപ്പോ ഇതിനകത്ത് ചരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് എക്സും വൈയും, ഓൺ ഹൊറിസോണ്ടൽ ലൈനിലാണ്. എക്സും വൈയും നമ്മൾ സാധാരണ ഇങ്ങനെയാ ചൂസ് ചെയ്യുക അല്ലേ? അപ്പൊ ഇവിടെ ഫോഴ്സ് ഉള്ളത് ഇങ്ങനെയാണ് ഫോഴ്സ് ഉള്ളത്, വൈ ആക്സ്, നെഗറ്റീവ് വൈ ആക്സ് ഡയറക്ഷനിലാണ്. അപ്പൊ അതിനെ കമ്പോണൻസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിൽ എഫ് കോസ് 30 ഡിഗ്രി നെഗറ്റീവ് വൈ ഡയറക്ഷനിൽ, എഫ് സൈൻ 30 ഡിഗ്രി നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും വരും കമ്പോണൻസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ f2 എന്ന് പറയുന്നത് മൈനസ് എഫ് കോസ് f sin 30 degree I cap plus minus f cos 30 degree j cap. ഇങ്ങനെയാണ് f2 എന്ന് പറയുന്നത് വരുന്നത്. ഇങ്ങനെയാണ് f2 വരുന്നത്. ഓക്കെ, this is f2. r2 എന്താണ്? what is r2 here? r2 എത്ര ഈ കേസിൽ? r2 is 6j cap. r2 എന്ന് പറയുന്നത് 6j cap ആണ്. സോ ടോട്ടൽ ടോർക്ക് എന്ന് പറയുന്നത് r1 ക്രോസ് f1 പ്ലസ് r2 ക്രോസ് f2. നമുക്ക് ഒന്നെങ്കിൽ ഡിറ്റർമിനന്റ് വരച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നേരിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുത്തിട്ട് ചെയ്യാം. r1 എന്ന് പറയുന്നത് f r1 എന്ന് പറയുന്നത് 2i cap പ്ലസ് 3j cap ക്രോസ് f1 എന്ന് പറയുന്നത് എന്താ? fk cap ആണ്. fk cap ആണ്. പ്ലസ് r2 എന്ന് പറയുന്നത് 6j cap ആണ്. അതിനെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കേണ്ടത് f2 എന്ന് പറയുന്നത് കോസ് സൈൻ 30 ഡിഗ്രി i cap പ്ലസ് കോസ് 30 ഡിഗ്രി j cap പുറത്ത് ഒരു മൈനസ് എഫ്, ആ മൈനസ് എഫ് പുറത്തെടുത്താണ്. അതിനകത്ത് മുമ്പ് എഴുതിയ സ്റ്റെപ്പ് എന്ന് മൈനസ് എഫ് പുറത്തെടുത്തു. സോ ദിസ് വിൽ ബി, ഇതെന്ത് വരും അപ്പോ? ക്രോസ് പ്രൊഡക്റ്റ് 2i cap ക്രോസ് fk cap. ik ക്രോസ് k cap എന്താ? മൈനസ് j cap അല്ലേ? സോ ദാറ്റ് വിൽ ബി മൈനസ് 2fj cap. പിന്നെ 3j cap ക്രോസ് k cap പ്ലസ് 3fi cap. ഇതാണ് ഇവിടെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തിട്ട് i ക്രോസ് k എന്താണ്? i ക്രോസ് k മൈനസ് j ആണ്. അതേപോലെ j ക്രോസ് k ഉണ്ടാവും, ദാറ്റ് വിൽ ബി i. അതൊക്കെ അറിയുന്നല്ലേ? ഇനി അടുത്തത് 6j ക്രോസ്, ഇവിടെ സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ദിസ് ഈസ് j ആണ്. ജയും ജയും ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ 0. സോ ദിസ് വിൽ ബി j ക്രോസ് i. j ക്രോസ് i എന്താ? മൈനസ് k അല്ലേ? സോ ദാറ്റ് വിൽ ബി മൈനസ് 3f. ഇവിടെ മൈനസ് ഉണ്ട്, പുറത്തൊരു മൈനസും കൂടി ഉണ്ട്, അപ്പൊ ഒരു മൈനസ് ആവും. 3f k cap. പിന്നെ അടുത്ത j cap എടുക്കണോ? വേണ്ട. j cap ക്രോസ് j cap is 0. സോ ബാക്കി ക്രോസ് പ്രൊഡക്റ്റ് അടുത്ത സംഭവമാണ്. സോ നമുക്ക് കിട്ടാൻ പോകുന്നത് 3f പുറത്തെടുത്താൽ 3i cap മൈനസ് 2j cap പ്ലസ് 3k cap എന്നാണ് കിട്ടാൻ പോകുന്നത്. പ്ലസ് 3k, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് എടുത്തിട്ട് ചെയ്താലും മതി. ഡിറ്റർമിനന്റ് എടുത്ത്
So question number 9 answer option 4 ആണ് ആൻസർ ആയിട്ട്. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട്. Question number 10. 10th question. അടുത്ത question ഇതാണ്. An equilateral triangle ABC is cut from a thin solid sheet of wood. Thin solid sheet of wood. D, E and F are the midpoints of the sides as shown, and G is the center of the triangle. The moment of inertia of the triangle about an axis passing through G and perpendicular to the plane of the triangle is I0. If the smaller triangle is DEF, smaller triangle DEF is removed from ABC, the moment of inertia of the remaining figure about the same axis I is. About the same axis I is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ട്രയാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അതൊക്കെ അറിയണോന്ന് ഒരു ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഷുഡ് വി നോ അബൌട്ട് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ട്രയാങ്കിൾ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത്രയും പോർഷൻ ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫുള്ളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ആയിരുന്നു. ഇത്രയും പോർഷൻ ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? അബൌട്ട് ദി സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. സോ ഈ ട്രയാങ്കിളിന്റെ ലെങ്ത് എൽ ആണെന്ന് വിചാരിച്ചു. ദി ലെങ്ത് ഓഫ് ദി ട്രയാങ്കിൾ ഈസ് എൽ. അങ്ങനെയാണെങ്കിൽ റിമൂവ് ചെയ്തതിന്റെ ലെങ്ത് എത്രയാണ്? L/2 അല്ലേ? റിമൂവ് ചെയ്തതിന്റെ ലെങ്ത് L/2. ഓക്കെ. അപ്പോ ഫുള്ളിന്റെ ഏരിയ എ ആണെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്തതിന്റെ ഏരിയ എത്രയാണ്? റിമൂവ് ചെയ്തതിന്റെ ഏരിയ A/4. കാരണം അങ്ങനത്തെ 4 ട്രയാങ്കിൾസ് കൂടിയതാണ് ഈ ഫുൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. 1, 2, 3 പിന്നെ ഈ സെൻട്രലിലുള്ള ഈ സംഭവം. പറയാൻ മനസ്സിലായോ? സെൻട്രലിലുള്ള ഈ സംഭവം. സോ ഈ റിമൂവ് ചെയ്തതിന്റെ മാസ് എന്ന് പറയുന്നത് ടോട്ടലിന്റെ by4 വരും. The mass of the removed section is 1/4 of the ടോട്ടൽ മാസ്. അത് ഓക്കെ ആണോ? കാരണം അതിന്റെ 1/4 സെക്ഷൻ ആണ് ഏരിയ വൈസ് എന്ത് വരുന്നത്? ആ പോർഷൻ വരുന്നത്. മാസ് m/4 ആണ് വരുന്നത്. അത് ഓക്കെ അല്ലേ? മാസ് വിൽ ബി 1/4. ഓക്കെ. നൗ മൊമെന്റ് ഓഫ് ഇനർഷ്യയിലോട്ട് വരുമ്പോൾ ഏതൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുത്ത് നോക്കി, ഏതൊരു സിമെട്രിക് ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുത്ത് നോക്കി, അതിനകത്ത് മാസ് ഉണ്ടാവും. പിന്നെ അതിന്റെ ഡയമെൻഷന്റെ സ്ക്വയർ ഉണ്ടാവും. സ്ക്വയർ ഏതാണോ, ലെങ്ത് ആണെങ്കിൽ ലെങ്ത്, റേഡിയസ് ആണെങ്കിൽ റേഡിയസിന്റെ സ്ക്വയർ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ്, ദാറ്റ് വിൽ ബി 2/5 mr²/2 ml²/12 ഇങ്ങനെയാണ് ഉണ്ടാവുക. പറഞ്ഞു മനസ്സിലായോ? ഇങ്ങനെയാണ് എന്തുണ്ടാവുക? ഏതൊരു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടാവും. So moment of inertia is basically proportional to mass and the square of its dimension. The square of its dimension proportional ആണ് moment of inertia എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? Square of its dimension proportional. So I fullന്റെ moment of inertia divided by removed ന്റെ moment of inertia ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളിന്റെ മാസ് m എന്നാണ് വരിക. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്ന ആക്സിസ് രണ്ടും ഒരേപോലെയുള്ള ആക്സിസ് ആണ്. ഈ ഞാൻ ഈ വൈറ്റിൽ മാർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീനിൽ ഇപ്പൊ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടിന്റെയും സെൻട്രോയിഡ് ആണ്. ഏത് രണ്ടിന്റെയും? ഫുള്ളിന്റെയും സെൻട്രോയിഡ് ആണ്, റിമൂവ് ചെയ്തതിന്റെയും സെൻട്രോയിഡ് ആണ്. സോ രണ്ടിന്റെയും സെൻട്രോയിഡ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏകദേശം ഒരേപോലെയുള്ള ഇക്വേഷൻ ആണ് വരിക. അപ്പൊ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത്തും അതിന്റെ മാസും ചൂസ് ചെയ്യണമെന്ന് മാത്രം. എന്ന് കരുതി ഈ റൈറ്റിലുള്ള അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഈ 1 എന്ന് പറയുന്ന ട്രയാങ്കിളിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും അതേപോലെ എഴുതാൻ പറ്റില്ല. കാരണം അബൌട്ട് ദിസ് പോയിന്റ്, കാരണം അതിന്റെ സെൻട്രോയിഡ് അല്ല. അപ്പൊ ഫുള്ളിന്റെയും ആ റിമൂവ്ഡ് പോർഷന്റെയും സെൻട്രോയിഡ് തന്നെയാണ് ആ കോമൺ ആയിട്ടുള്ള സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സോ രണ്ടിന്റെയും സെൻട്രോയിഡ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഏകദേശം അതിന്റെ മാസിന്റെ ടേമും വരും, അതിന്റെ ലെങ്ത്തിന്റെ ടേമും വരും എന്നുള്ള ഫോർമുല ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി ml² ഡിവൈഡഡ് ബൈ, അടുത്തതിന്റെ എന്താ, മാസ് m/4 ആണ്, ലെങ്ത് L/2 ദി ഹോൾ സ്ക്വയർ ആണ്.
സോ ഐ റിമൂവ്ഡ് എന്ന് പറയുന്നത് എത്രയാണ് ഈ കേസിൽ? ഐ ഫുൾ ബൈ 16 ആണ്. ഐ റിമൂവ്ഡ് എന്ന് പറയുന്നത് ഐ ഫുൾ ബൈ 16 ആണ് വരിക. ഐ റിമൂവ്ഡ് വരും. ഓക്കെ. ഇനി അപ്പൊ റിമൈനിങ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് ചോദിച്ചാൽ ഐ റിമൈനിങ് എന്താണ്? ഐ ഫുൾ മൈനസ് ഐ റിമൂവ് about same axis. So I ഫുള്ളിന്റെ എന്താ ഐ ആണ്, മറ്റേതിന്റെ എത്രയാണ്? ഐ ബൈ 16 ആണ്. സോ 15i by 16 will be the answer. 15i by 16 will be the answer. സോ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരും. ഓക്കെ. ഇവിടെ ഞാൻ ട്രയാങ്കിളിലെ ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ട്രയാങ്കിളിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാതെ എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ തോന്നും. സിമ്പിൾ ലോജിക് ആണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. രണ്ടിന്റെയും സെൻട്രോയിഡ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് സിമിലർ ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുമ്പോൾ ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡയമെൻഷൻ. ഒരു സിമെട്രിക്കൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡയമെൻഷൻ. അതിന്റെ ഡയമെൻഷന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ മാസ് 1/4 ആയിട്ടുണ്ട്, ഡയമെൻഷൻ L/2 ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. Question number 11. A circular disk of d1 and mass m and radius r have two identical disks d1 and d2 of same mass and radius r attached rigidly to its opposite ends. See figure. The moment of inertia of the system about o dash passing through the center of d1 as shown in the figure will be. So disks എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഫിഗർ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും ഏകദേശം ഇങ്ങനെയാണ്. ഒരു ഡിസ്ക് ഇങ്ങനെ ഹൊറിസോണ്ടലി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസ്ക് ഇങ്ങനെ ഹൊറിസോണ്ടലി ഇങ്ങനെ സെൻട്രലിലുള്ള ഡിസ്ക്. മറ്റേ രണ്ട് ഡിസ്കുകളും ഈ പോയിന്റിൽ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ. ഇവിടെ ഈ പോയിന്റിൽ മറ്റേ ഡിസ്കിന്റെ സെന്റർ, ഇവിടുത്തെ ഡിസ്കിന്റെ സെന്ററും ഇങ്ങനെയാണല്ലോ. നമ്മളോട് ചോദിച്ചത് ഇങ്ങനെ. ഇത് ബേസിക്കലി ഒരു ടയർ അല്ലെങ്കിൽ ഒരു റോഡ് എടുക്കുക. ഒരു റോഡിന്റെ രണ്ടറ്റത്തും രണ്ട് ഡിസ്ക് ഷേപ്പുള്ള രണ്ട് ടയർ വെച്ചു. മനസ്സിലായോ? സാധാരണ ഒരു റോഡ്, നമ്മൾ സാധാരണ കാണുന്നൊരു റോഡ്, അതിന്റെ അപ്പുറത്തും നമ്മൾ ടയർ കാണാറില്ല. അപ്പുറത്തും ടയർ വെച്ച് പണ്ട് ഉരുട്ടി കളിച്ച പോലെയൊക്കെ. അതിന് പകരം ഇവിടെ എന്താണുള്ളത്? ഈ റോഡിന് പകരം ഇവിടെ എങ്ങനെയുള്ളത് ഒരു ഡിസ്ക് ആണ്. മനസ്സിലായോ? സോ ഇങ്ങനെ ഒരു ഡിസ്ക്, ഇപ്പുറത്ത് ഒരു ഡിസ്ക്, അപ്പുറത്ത് വേറൊരു ഡിസ്ക്. മനസ്സിലായോ? സോ അതിന്റെ ഈ ഇത് വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ എന്ത് ചെയ്താൽ മതി? മൂന്നിന്റെയും കൂടി മൊമെന്റ് ഓഫ് ഇനർഷ്യ ആഡ് ചെയ്താൽ മതി. ഓക്കെ. സോ ദിസ് ഈസ് d1, d2, d3. സോ d1 ഫസ്റ്റ് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആയിട്ടുള്ള ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. ദാറ്റ് ഈസ് mr²/2 ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. d2ഉം d3യും കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആക്സിസ് ആണോ? അല്ല. അപ്പൊ നമ്മൾ പാരലൽ ആക്സിസ് തിയറം ചൂസ് ചെയ്യണം. എങ്ങനത്തെ പാരലൽ ആക്സിസ് ചൂസ് ചെയ്യണം? ഇതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഗിവൺ ആക്സിസ് o ഡാഷിന് അല്ലെങ്കിൽ o ഡാഷ് ഓക്ക് പാരലൽ ആയിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് എടുക്കണം. ബാക്കി രണ്ട് ഡിസ്കിന്റെ. സോ അതെന്തായിരിക്കും അതിന്റെ ഡയമീറ്റർ ആയിരിക്കും. ദാറ്റ് വിൽ ബി ദി ഡയമീറ്റർ ഓഫ് ദി d2 and d3. d2ന്റെയും d3യുടെയും ഡയമീറ്റർ ആണ് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ d2ഉം d3യും ഒരേ ഡിസ്റ്റൻസിലാണ്, ഒരേപോലെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ID2 = ID3. ID2 ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ID2 എന്ന് പറയുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആക്സിസ് വെച്ചുള്ളത് ഏതിന്? o ഡാഷിന് പാരലൽ ആയിട്ട് അതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആക്സിസ് പ്ലസ് m into that particular distance square. സോ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്ത് പോകുന്ന എന്താ? അതിന്റെ ഡയമെട്രിക്കൽ ആയിട്ടുള്ള ആക്സിസ് ആണ് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന o ഡാഷിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി mr²/2 ആണോ? mr²/2 ആണോ ചൂസ് ചെയ്യേണ്ടത്? അല്ല, mr²/4. We have to choose mr²/4. mr²/4 plus
the distance is m into r square. Parallel axis here apply ചെയ്യുമ്പോൾ രണ്ട് ആക്സിസും തമ്മിലുള്ള perpendicular distance ആണ് distance d എന്ന് പറയുന്നത്. So this is 5 mr square by 4. 5 mr square by 4. എന്നല്ല വരാ 5 mr square by 4. Okay. So ഇതാണ് ID2, ID3. അപ്പോൾ total moment of inertia I is equal to ID1 plus ID2 plus ID3. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യണം. ID1 എന്ന് പറഞ്ഞാൽ mr square by 2, ID2 എന്ന് പറഞ്ഞാൽ 5 by 4 mr square, ID3 എന്ന് പറഞ്ഞാലും 5 by 4 mr square. രണ്ടും ഒരേപോലെ തന്നെ. സോ എല്ലാം കൂടി ആഡ് ചെയ്താൽ ഇത് എത്രയാ വരാം? ഇവിടെ mr square by 2, ഇത് 5 by 2 വരും. 5 by 2 mr square plus mr square by 2, that will be 3 mr square. 3 mr square will be the answer. Question number 11 will be the answer. 11 ഏതാണ് ആൻസർ? ആൻസർ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12 ഇതും കൂടി ചെയ്തിട്ട് നിർത്താം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. കാരണം ഫുള്ള് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് സമയമില്ല. ഓക്കെ, ഇത് ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റഡീസ് എന്നൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. സ്റ്റഡീസിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പെട്ടെന്ന് റിവിഷൻ പ്ലാൻ ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ ഒരു ക്ലാസ് വെക്കുമ്പോൾ ഏതായാലും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ പേര് വീട്ടിൽ ഉഴപ്പാണെന്നൊക്കെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സോ അത് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, എ സ്ട്രിങ് ഈസ് വൗണ്ട് around a hollow cylinder of mass 5 kg and radius 0.5 meter. If the string is now pulled with the horizontal force of 40 Newton and the cylinder is rolling without slipping on a horizontal surface, see figure, then the angular acceleration of the cylinder will be, what will be the angular acceleration of the cylinder? ഇത് ഞാൻ നേരത്തെ ചെയ്ത പോലെ ഒരു ക്രിക്കറ്റ് പിച്ചിൽ ഒരു ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, അതേപോലെ തന്നെയാണ്. പക്ഷേ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ്? വേർ വി ഹാവ് ടു അപ്ലൈ ദി ഫോഴ്സ്, വി ഹാവ് ടു അപ്ലൈ ദി ഫോഴ്സ് ഓൺ ദി ടോപ്പിലാണ് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഹൗ ടു ഡു ദിസ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ദി ആംഗുലാർ ആക്സിലറേഷൻ എന്നല്ലേ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി ആംഗുലാർ ആക്സിലറേഷൻ? ഇപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ മുകളിൽ ഒരു ഫോഴ്സ്, ജനറൽ കേസ് ആയിട്ട് ഞാനിത് ചെയ്യാം. ഐ എം ഡൂയിങ് ഇറ്റ് ആസ് എ ജനറൽ കേസ്. മുകളിൽ ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവാം, ഫ്രിക്ഷൻ വേണം എന്ന് വരാം, ഫ്രിക്ഷൻ വേണ്ട എന്ന് വരാം, ഫ്രിക്ഷൻ ഫ്രണ്ടിലോട്ട് വരാം, ഫ്രിക്ഷൻ ബാക്കിലോട്ട് വരാം, എങ്ങോട്ട് വേണമെങ്കിലും വരാം. ബിക്കോസ് ഇവിടെ എഫ് കാരണം, നേരത്തെ എഫ് എവിടെ അപ്ലൈ ചെയ്ത്? സെന്ററിലാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ എഫ് കാരണം സെന്റർ വെച്ച് ടോർക്കില്ലായിരുന്നു, പക്ഷെ ഇവിടെ എഫ് കാരണം ടോർക്ക് ഉണ്ട്. So F can provide torque, F can provide angular acceleration. അപ്പോൾ ചിലപ്പോൾ ഫ്രിക്ഷൻ വേണ്ടി വരും, ചിലപ്പോൾ ഫ്രിക്ഷൻ വേണ്ടി വരില്ല. ചിലപ്പോൾ ഫ്രിക്ഷൻ ഫ്രണ്ടിലോട്ടായിരിക്കും, ചിലപ്പോൾ ഫ്രിക്ഷൻ ബാക്കിലോട്ടായിരിക്കും. ഇങ്ങനത്തെ കേസിലൊക്കെ മിക്കവാറും ഫ്രിക്ഷൻ ഫ്രണ്ടിലോട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഫ്രിക്ഷൻ ഫ്രണ്ടിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രിക്ഷന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ അത് ബാക്കിലോട്ടാണെന്നാണ് അതിന്റെ മീനിങ്. ഫ്രിക്ഷൻ ബാക്കിലോട്ട് വരാം അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടും. ഈ കേസിൽ ഫ്രണ്ടിലോട്ടേ കിട്ടുള്ളൂ. അത് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ബാക്കിലോട്ട് എടുത്തിട്ട് ചെയ്താലും ഇപ്പൊ ചെയ്യുന്ന ആൻസറിന്റെ നെഗറ്റീവേ കിട്ടുള്ളൂ. ഓക്കെ, സോ അപ്പൊ പറഞ്ഞ ആക്സിലറേഷൻ എന്ത് വരും? വാട്ട് വിൽ ബി ദി ആക്സിലറേഷൻ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സിലറേഷൻ വിൽ ബി, ഈ കേസിൽ എഫ് പ്ലസ് എഫ് ബൈ എം ആണ് ആക്സിലറേഷൻ വരും. ആക്സിലറേഷൻ വിൽ ബി എഫ് പ്ലസ് എഫ് ബൈ എം. ടോർക്ക് എന്ത് വരും? ടോർക്ക് എഫ് ഇൻറ്റു ആർ ഉണ്ട്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ ആണ്. സ്മോൾ എഫ് ഇൻറ്റു ആർ ഉണ്ട്, പക്ഷെ മുകളിലത്തെ ടോർക്ക് ഉണ്ടാക്കുക, അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം എടുക്കുക, മുകളിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പൊ അത് ഉണ്ടാക്കുന്ന ടോർക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. താഴെ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്. അത് കാരണമുള്ള റൊട്ടേഷന്റെ സെൻസ് എന്താ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ അത് സബ്ട്രാക്ട് ചെയ്യണം, എഫ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ സ്മോൾ എഫ് ഇൻറ്റു ആർ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ആക്സിലറേഷൻ കിട്ടുമ്പോൾ ആൽഫ ഇങ്ങനെ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ടോർക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കും, ഡിവൈഡഡ് ബൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ എന്ന് എടുക്കും. Divided by moment of inertia I. ഇതാണ് ഏത്? ആൽഫ എന്ന് പറയുന്നത്. ടോ ബൈ ഐ ആണ്. ഇനി നമുക്ക് എന്ത് കിട്ടും?
A equal to R alpha ആണ്. A is equal to R alpha ആണ് ഈ കേസിൽ. A is equal to R alpha. അത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ F plus F by M has to be equal to F into F minus F by I into ഒരു R square വരും. ഓൾറെഡി ഇവിടെ ഒരു R ഉണ്ട്, പിന്നെ ഒരു R alphയുടെ R കൂടി വരുമ്പോൾ R square വരും. R square വരും. എനിക്ക് തോന്നുന്നു ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു mr square minus I divided by mr square plus I into capital F. mr square minus I into mr square plus I divided by mr square plus I into capital F. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫ്രിക്ഷന്റെ വാല്യൂ. ഇതാണ് സോൾവ് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇതൊരിക്കലും നെഗറ്റീവ് ആവില്ല എന്ന് പറയാനുള്ള റീസൺ എന്താ? അതായത് ഫ്രിക്ഷൻ ഞാനിപ്പോ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടാണ് സോൾവ് ചെയ്ത് വന്നത്. ഫ്രിക്ഷൻ നിങ്ങൾ ബാക്കിലോട്ട് എടുത്തിരുന്നെങ്കിൽ മുകളിലുള്ള mr square minus I എന്നുള്ളത് I minus mr square എന്ന ആൻസർ കിട്ടിയേനെ. I minus mr square എന്ന ആൻസർ കിട്ടിയേനെ. there is no difference. അപ്പോ ആ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോ ഇതൊരിക്കലും നെഗറ്റീവ് ആവില്ല. എപ്പോഴും ഫ്രിക്ഷൻ ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ സീറോ ആവുള്ളൂ എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഈ കേസിൽ I mr square ഈക്വൽ ആണ്. ഓക്കെ, ഫ്രിക്ഷൻ ഒരിക്കലും നെഗറ്റീവ് ആവില്ല ഏതൊരു ഒബ്ജക്റ്റിനും. അത് സിലിണ്ടർ ആവട്ടെ, ഡിസ്ക് ആവട്ടെ, സ്ഫിയർ ആവട്ടെ, വേറെ ആരെങ്കിലും ആവട്ടെ, ഒരിക്കലും ഇത് നെഗറ്റീവ് ആവില്ല എന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്താണ്? ഏത് കേസിലാണെന്നുണ്ടെങ്കിലും ഈ റോൾ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr സ്ക്വയറിനേക്കാളും കൂടാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാളുടെ mr സ്ക്വയറിനേക്കാളും കൂടുതലുണ്ടോ മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഇസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ മോർ ദാൻ mr സ്ക്വയർ ഫോർ എനി ഒബ്ജക്ട്? ഡിസ്ക് ആണെങ്കിൽ mr സ്ക്വയർ ബൈ 2 ആണ്, സ്ഫിയർ ആണെങ്കിൽ 2/5 mr സ്ക്വയർ ആണ്, ഹോളോ സ്ഫിയർ ആണെങ്കിൽ 2/3 mr സ്ക്വയർ ആണ്, സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ 1/2 mr സ്ക്വയർ ആണ്. ഡിസ്കിന്റെ അതേപോലെ തന്നെയാണ്. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ mr സ്ക്വയർ ആണ്, ഹോളോ സിലിണ്ടർ ആണെങ്കിൽ mr സ്ക്വയർ ആണ്. റിങ്ങിന്റെ അത് തന്നെയാണ് ഹോളോ സ്ഫിയർ. റിങ് അട്ടിക്ക് വെച്ചാൽ ഹോളോ സ്ഫിയർ കിട്ടില്ല, അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ സെയിം ആണ്. ഡിസ്ക് അട്ടിക്ക് വെച്ചാൽ സോളിഡ് സിലിണ്ടർ കിട്ടില്ല, അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr സ്ക്വയർ ബൈ 2. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നെയാണ് അബൌട്ട് ദി സിമെട്രി ആക്സിസ്. ഓക്കെ, സോ ഈ കേസിൽ F എത്രയാ? ഈ കേസിൽ I എത്രയാ? ഹോളോ സ്ഫിയർ ആണ്, mr സ്ക്വയർ ആണ്. ഹോളോ സ്ഫിയർ ആണ്, mr സ്ക്വയർ ആണ്. സോ I is equal to mr സ്ക്വയർ. ഫ്രിക്ഷൻ is equal to 0 എന്ന് കിട്ടും. ഫ്രിക്ഷൻ is equal to 0 എന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് ആൽഫ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ടോർക്ക് കണ്ടുപിടിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാം. സോ ആക്സിലറേഷൻ is equal to F by m അല്ലെ, കാരണം ഫ്രിക്ഷൻ 0 ആണ്. F plus F by m എന്നാണ് ഞാൻ എഴുതിയത്. ആക്സിലറേഷൻ is equal to 0 അല്ല, F by m. ആൽഫ is equal to എന്താണ്? ആക്സിലറേഷൻ ബൈ r വരണ്ടേ, that is equal to F by mr. F by mr. So ഈ കേസിൽ എത്രയാ? 40 divided by mass എത്രയാ? 5 into 0.5. So that is 40 divided by 2.5, 16 radian per second. 16 radian per second. That will be the answer. Okay. So ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ 12 ക്വസ്റ്റ്യൻ ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻസിൽ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഏകദേശം 34 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നിങ്ങൾ അടുത്ത ക്ലാസ്സിലോട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വരാം. ഓക്കെ, അതിനകത്ത് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ്, ആൻസർ ഒക്കെ ഒന്ന് പറയാം. ഇതിനകത്ത് കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു. എല്ലാവർക്കും എല്ലാം കിട്ടിക്കൊള്ളണമെന്നൊന്നും ഇല്ല. ഓക്കെ, കാരണം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പരമാവധി എല്ലാവരും അടുത്ത ക്ലാസ് തൊട്ട് സൂമിൽ വരാൻ നോക്കുക. കാരണം യൂട്യൂബിൽ പിന്നെ പോയി നോക്കിയാലും മതി. എന്നാലേ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളോട് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ആകെ റിപ്ലൈ ചെയ്യുന്ന 2 ആൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ശ്രേയസ് റിപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ ലബീബും റിപ്ലൈ ചെയ്യുന്നു. ചിലർ പേഴ്സണൽ ആയിട്ടാണ് റിപ്ലൈ ചെയ്യുന്നത്, പ്രൈവറ്റ്ലി ആണ് റിപ്ലൈ ചെയ്യുന്നത്. ഏതായാലും അവർ മാത്രമേ എന്തെങ്കിലും ചോദിച്ചാൽ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരും കൂടി റിപ്ലൈ ചെയ്യാൻ നോക്കുക. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ചെയ്തിട്ട് ഇവർക്ക് കിട്ടാത്ത മാത്രമല്ല, ഇവരോട് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതൊന്നും ഒരു തെറ്റല്ല, ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. അതുകൊണ്ട് ആ പോർഷനുള്ള ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ പറയാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാം ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണെന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാം. അപ്പൊ അവർക്ക് കൺഫ്യൂഷൻ ആവണ്ടല്ലോ. അപ്പൊ അവർക്ക് ചെയ്യാനുള്ള ഈ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്, 10-20 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. ഞാൻ അടുത്ത ചാപ്റ്റർ ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ചാപ്റ്റർ
റൊട്ടേഷൻ കഴിഞ്ഞു. SHM ഞാൻ എടുക്കാൻ പോകുന്ന SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ. കാരണം അതിനകത്ത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്റർ ഞാൻ ഇന്ന് തന്നെ ഷെയർ ചെയ്യാം. ആ ചാപ്റ്ററിന്റെ PDF ക്വസ്റ്റ്യന്റെ PDF ഞാൻ ഇന്ന് തന്നെ ഷെയർ ചെയ്യാം. അപ്പൊ സാറിന് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നാളത്തെ ചാപ്റ്റർ 7 സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ അതിപ്പോ ഞാൻ ഇന്ന് തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലോട്ട് അവൻ കൂടി നോക്കി വരിക. ഓക്കെ, എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ശരി, താങ്ക് യു. ബൈ.